ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. 25 ഹോട്ട് ടോപ്പിക്സിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് നമ്മുടെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 2021 മുതൽ 2025 വരെ PSC എക്സാമുകളിൽ ചോദിച്ച ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റോപ്പ് GK ആണ് ഡിസ്കസ് ചെയ്യുന്നത്. കൂടാതെ ഇതിൻ്റെ കൂടെ ഇംഗ്ലീഷും അതേപോലെ തന്നെ മലയാളവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്ലാസ് മൊത്തമായി കാണുക. ഏകദേശം 1.5 മണിക്കൂർ നീളുന്ന ക്ലാസ് ആയിരിക്കും. ഈ ഒരു 1.5 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് വരാനിരിക്കുന്ന ASM, CPO, അതേപോലെ VFA, VO, ബെവ്കോ LDC മുതലായ എക്സാമുകൾക്ക് 10ന് മുകളിലുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഈ ഒരൊറ്റ ക്ലാസ്സിൽ നിന്നും. കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസ് സ്റ്റേജ് 2-ൽ നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ നിന്നും ഏകദേശം 10ന് മുകളിലേക്കുള്ള ചോദ്യങ്ങൾ വന്നിരുന്നു. ഇതിനും അതേപോലെ തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഒരു 10-15 മാർക്ക് ഈ ഒറ്റ ക്ലാസ്സിൽ നിന്നും. അപ്പോൾ ക്ലാസ് മൊത്തമായി കാണുക. ഇതിൻ്റെ PDF നോട്ടിന് നമ്മുടെ ടെലഗ്രാമിൽ കൂടി ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഹോട്ട് GKയുടെ ആദ്യത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഫസ്റ്റ്, കേരളത്തിലെ ഗവേഷണ കേന്ദ്രങ്ങളെക്കുറിച്ചാണ്. PSC എക്സാമുകളിൽ ഉറപ്പായും 1 മാർക്ക് ഈ ഒരു ഭാഗത്തു നിന്നും ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് പഠിക്കാം. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്തെ ശ്രീകാര്യം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഓക്കെ, അപ്പോൾ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ശ്രീകാര്യം, തിരുവനന്തപുരം. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കുഡ്ലു ആണ്. കുഡ്ലു അതായത് കാസർഗോട്ടെ സ്ഥലമാണ് കുഡ്ലു. അപ്പോൾ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എപ്പോഴും നമ്മൾ ചോദിക്കുമ്പോൾ ഉത്തരം തരാറുള്ളത് ഓപ്ഷനിൽ കാസർഗോഡാണ്. അപ്പോൾ കാസർഗോഡ് തരാതെ കുഡ്ലു തന്നു കഴിഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള സ്ഥലം എന്ന് പറയുന്നത് കുഡ്ലു ആണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം എവിടെയാണെന്ന് ചോദിച്ചാൽ മക്കളെ എവിടെയാണ്? കോഴിക്കോടാണ്. അടുത്തത് കശുവണ്ടി ഗവേഷണ കേന്ദ്രമാണ്. ആനക്കയം മലപ്പുറം, മാടക്കത്തറ തൃശ്ശൂർ. അപ്പോൾ രണ്ടും പഠിച്ചു വെച്ചോ, ഏതാണ് ഓപ്ഷനിലുള്ളത് എന്നത് നോക്കിയതിന് ശേഷം ഉത്തരം എഴുതാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കശുവണ്ടി ഗവേഷണ കേന്ദ്രം ആനക്കയം മലപ്പുറം, അതേപോലെ തന്നെ മടക്കത്തറ തൃശ്ശൂരും ഓർത്തു വയ്ക്കുക. അടുത്തതാണ് സംസ്ഥാന ഏലം ഗവേഷണ കേന്ദ്രം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാമ്പാടുംപാറ ഇടുക്കിയിലാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ സംസ്ഥാന ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പാമ്പാടുംപാറയാണ്. അത് എവിടെയാണ്? ഇടുക്കിയിലാണ്. ഓക്കെ, അടുത്തത് കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വെള്ളാനിക്കര തൃശ്ശൂരാണ്. കൈതച്ചക്ക റിസർച്ച് സ്റ്റേഷൻ ആണെങ്കിൽ വാഴക്കുളം എറണാകുളം. കൺഫ്യൂസിങ് ഫാക്റ്റ് ആണ്, തെറ്റിപ്പോവരുത്. കൈതച്ചക്ക ഗവേഷണ കേന്ദ്രമാണെങ്കിൽ അത് വെള്ളാനിക്കര തൃശ്ശൂർ. കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം വെള്ളാനിക്കര തൃശ്ശൂർ. കൈതച്ചക്ക റിസർച്ച് സ്റ്റേഷൻ ആണെങ്കിൽ അത് വാഴക്കുളം എറണാകുളമാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. അടുത്തത് കരിമ്പ് ഗവേഷണ കേന്ദ്രമാണ്. തിരുവല്ല പത്തനംതിട്ടയുണ്ട്. അതേപോലെ തന്നെ മേനോൻപാറ പാലക്കാട്. രണ്ടും ഓർത്തു വയ്ക്കുക. കരിമ്പ് ഗവേഷണ കേന്ദ്രം തിരുവല്ല പത്തനംതിട്ട, മേനോൻപാറ പാലക്കാട്. നെല്ല് ഗവേഷണ കേന്ദ്രം 4 സ്ഥലങ്ങളിലാണ്. പട്ടാമ്പി പാലക്കാട്, മങ്കൊമ്പ് കായംകുളം ആലപ്പുഴയാണ്. ഓക്കെ, അപ്പോൾ ഓർത്തു വെച്ചോ, പട്ടാമ്പി പാലക്കാട്, മങ്കൊമ്പ് കായംകുളം ആലപ്പുഴ, വൈറ്റില എറണാകുളം. അപ്പോൾ 4 സ്ഥലങ്ങളിലാണ് നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ പട്ടാമ്പി പാലക്കാട്, മങ്കൊമ്പ് കായംകുളം ആലപ്പുഴ, വൈറ്റില എറണാകുളം. കാർഷിക ഗവേഷണ കേന്ദ്രം മണ്ണുത്തി തൃശ്ശൂരാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. പുൽത്തൈല ഗവേഷണ കേന്ദ്രം അരോമാറ്റിക് ആൻഡ് മെഡിസിനൽ പ്ലാന്റ്സ് റിസർച്ച് സെൻറ്റർ അത് ഓടക്കാലി എറണാകുളമാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ പുൽത്തൈല ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓടക്കാലി എറണാകുളമാണ്. ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. ഇത് കേരളത്തിലെ ഗവേഷണ കേന്ദ്രങ്ങളാണ്. ഓക്കെ, അപ്പോൾ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം തിരുവനന്തപുരം. ശ്രീകാര്യം തിരുവനന്തപുരം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കുഡ്ലു കാസർഗോഡ്. കുഡ്ലു കാസർഗോഡ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച് ആണെങ്കിൽ കോഴിക്കോടാണ്. ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം കോഴിക്കോട്. കശുവണ്ടി ഗവേഷണ കേന്ദ്രം എവിടെയാണെന്ന് ചോദിച്ചാൽ ആനക്കയം മലപ്പുറം, മാടക്കത്തറ തൃശ്ശൂരാന്നുള്ളതും ഓർത്തു വയ്ക്കുക. സംസ്ഥാന ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടുംപാറ ഇടുക്കിയാണ്. സംസ്ഥാന ഏലം ഗവേഷണ കേന്ദ്രം. അപ്പോൾ
ദേശീയ ഏലം ഗവേഷണ കേന്ദ്രം എവിടെയാണെന്നുള്ളത് വേണമെങ്കിൽ താഴെ ഒന്ന് എഴുതി വച്ചോ. അത് മയിലാടും പാറയാന്നുള്ളതും ഓർത്ത് വയ്ക്കുക. അതും എവിടെ തന്നെയാണ്? ഇടുക്കിയിലാണ്. ഓക്കെ. കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് വെള്ളാനിക്കര തൃശ്ശൂരാണ് കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം. കൈതച്ചക്ക റിസർച്ച് സ്റ്റേഷൻ, തെറ്റിപ്പോവത്, ഗവേഷണ കേന്ദ്രം വെള്ളാനിക്കരയും റിസർച്ച് സ്റ്റേഷൻ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് വാഴക്കുളം എറണാകുളമാണെന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. കരിമ്പ് ഗവേഷണ കേന്ദ്രം തിരുവല്ല പത്തനംതിട്ട, മേനോൻപാറ പാലക്കാട്. നെല്ല് ഗവേഷണ കേന്ദ്രം പട്ടാമ്പി, മങ്കൊമ്പ്, കായംകുളം, വൈറ്റില. അപ്പോൾ പട്ടാമ്പി പാലക്കാട്, മങ്കൊമ്പ് കായംകുളം ആലപ്പുഴ, വൈറ്റില എറണാകുളം. കാർഷിക ഗവേഷണ കേന്ദ്രമാണെങ്കിൽ അത് മണ്ണുത്തി തൃശ്ശൂരാണ്. പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലി എറണാകുളമാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ളതാണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം തിരുവനന്തപുരം. അതേപോലെ തന്നെ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം അത് കാസർഗോഡ് എന്നാണ് ചോദിക്കാറുള്ളത്. കുഡ്ലു ചോദിക്കാറൊന്നുമില്ല. ഇനി വരുന്ന എക്സാമുകളിൽ PSC എങ്ങനെയാണ് ചോദിക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ കുഡ്ലു എന്നുള്ളത് കൂടി എന്ത് ചെയ്യുക? പഠിച്ചു വെച്ചിട്ട് പോവുക. അതേപോലെ കൈതച്ചക്ക റിസർച്ച് സ്റ്റേഷൻ ചോദിക്കാറുണ്ട്. അതെവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? ഈ പറയുന്ന വാഴക്കുളമാണെന്നുള്ളത് ഓർത്തു വെക്കുക. കൈതച്ചക്ക റിസർച്ച് സ്റ്റേഷൻ ഗവേഷണ കേന്ദ്രം ചോദിച്ചാലാണ് അത് തിരുവല്ല എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കാനുള്ളൂ. വളരെ വ്യക്തമായി തന്നെ മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ഹോട്ട് ടോപ്പിക്കിലേക്ക് പോകാം. ഓക്കെ അടുത്ത നമുക്ക് പഠിക്കാം ആത്മകഥകൾ. എപ്പോഴും ചോദിക്കാറുള്ള ഒരു ടോപ്പിക്കാണ് ആത്മകഥകൾ. ഒളിവിലെ ഓർമ്മകൾ ആരുടെയാണെന്ന് ചോദിച്ചാൽ അത് തോപ്പിൽ ഫാസിയുടെയാണ്. ഒളിവിലെ ഓർമ്മകൾ തോപ്പിൽ ഫാസി. ഒളിവിലെ ഓർമ്മകൾ തോപ്പിൽ ഫാസി. എൻ്റെ ജീവിതകഥ AK ഗോപാലൻ്റെയാണ്. എൻ്റെ ജീവിതകഥ AK ഗോപാലൻ. ഞാൻ NN പിള്ള. എത്ര തവണയാണ് ഇത് മലയാളത്തിൽ ഈ ഒരു ഞാൻ എന്ന് പറയുന്ന ആത്മകഥ ചോദിച്ചേക്കണേ എന്നുള്ളത് അറിയത്തില്ല. കാരണം അത്രയും തവണ PSC ചോദിച്ചേക്കണതാണ്. അപ്പോൾ ഓർത്തു വെച്ചോ, ഞാൻ NN പിള്ള. കണ്ണീരും കിനാവും VT ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയാണ്. കണ്ണീരും കിനാവും VT ഭട്ടതിരിപ്പാട്. സർവീസ് സ്റ്റോറി മലയാറ്റൂരിൻ്റെയാണ്. സർവീസ് സ്റ്റോറി. കാവ്യ ലോക സ്മരണകൾ അത് വൈലോപ്പിള്ളിയുടെ ആത്മകഥയാണ്. കാവ്യ ലോക സ്മരണകൾ വൈലോപ്പിള്ളി. കാവ്യ ലോക സ്മരണകൾ. എതിർപ്പ് P കേശവദേവിൻ്റെയാണ്. എതിർപ്പ്. ഓക്കെ. എതിർപ്പ് P കേശവദേവ്. കഴിഞ്ഞ കാലം KP കേശവമേനോൻ്റെ ആത്മകഥയാണ്. കഴിഞ്ഞ കാലം KP കേശവമേനോൻ. കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരിയുടെയാണ്. ഇതും ഒത്തിരി തവണ PYക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. കഴിഞ്ഞ കാലം KP കേശവമേനോൻ. കൊഴിഞ്ഞ ഇലകളാണെങ്കിൽ അത് ജോസഫ് മുണ്ടശ്ശേരി. എൻ്റെ വഴിത്തിരിവ് പൊൻകുന്നം വർക്കിയാണ്. എൻ്റെ വഴിത്തിരിവ് പൊൻകുന്നം വർക്കി. അരങ്ങു കാണാത്ത നടൻ തിക്കൊടിയൻ്റെയാണ്. അരങ്ങു കാണാത്ത നടൻ തിക്കൊടിയൻ. ജീവിത സമരം C കേശവൻ്റെയാണ്. ജീവിത സമരം C കേശവൻ. കവിയുടെ കാൽപ്പാടുകൾ P കുഞ്ഞിരാമൻ നായരുടെയാണ്. കവിയുടെ കാൽപ്പാടുകൾ P കുഞ്ഞിരാമൻ നായർ. കവിയുടെ കാൽപ്പാടുകൾ. സോപാനം ഞെരളത്ത് രാമപൊതുവാളിൻ്റെയാണ്. സോപാനം. ഞെരളത്ത് രാമപൊതുവാൾ സോപാനം. എൻ്റെ വക്കീൽ ജീവിതം തകഴിയുടെയാണ്. എൻ്റെ വക്കീൽ ജീവിതം. എൻ്റെ വഴിയമ്പലങ്ങൾ SK പൊറ്റക്കാടിൻ്റെയാണ്. എൻ്റെ വഴിയമ്പലങ്ങൾ. അപ്പോൾ ഞാൻ തിരഞ്ഞെടുത്ത ആത്മകഥകൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ വീണ്ടും ഒന്നുകൂടി ഞാൻ പറയാം, ശ്രദ്ധിക്കുക. ഒളിവിലെ ഓർമ്മകൾ തോപ്പിൽ ഫാസി. ഒളിവിലെ ഓർമ്മകൾ തോപ്പിൽ ഫാസി. എൻ്റെ ജീവിതകഥ AK ഗോപാലൻ. ഞാൻ NN പിള്ള. കണ്ണീരും കിനാവും VT ഭട്ടതിരിപ്പാട്. സർവീസ് സ്റ്റോറി മലയാറ്റൂർ. കാവ്യ ലോക സ്മരണകൾ വൈലോപ്പിള്ളി. എതിർപ്പ് P കേശവദേവ്. കഴിഞ്ഞ കാലം KP കേശവമേനോൻ. കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരി. എൻ്റെ വഴിത്തിരിവ് പൊൻകുന്നം വർക്കി. അരങ്ങ് കാണാത്ത നടൻ തിക്കൊടിയനാണ്. ജീവിത സമരം C കേശവൻ. കവിയുടെ കാൽപ്പാടുകൾ P കുഞ്ഞിരാമൻ നായർ. സോപാനം ഞെരളത്ത് രാമപൊതുവാൾ. എൻ്റെ വക്കീൽ ജീവിതം തകഴി. എൻ്റെ വഴിയമ്പലങ്ങൾ എന്ന് പറയുന്നത് ആരുടെ ആത്മകഥയാണെന്ന് ചോദിച്ചാൽ അത്
SK പൊറ്റക്കാടിൻ്റെ. അപ്പോൾ ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കണതിൽ ഒന്നാണ് എൻ്റെ വഴി അമ്പലങ്ങൾ. ജീവിത സമരം C കേശവൻ ചോദിച്ചിട്ടുണ്ട്. അരങ്ങ് കാണാത്ത നടൻ തിക്കൊടിയൻ, അതും ചോദിച്ചേണ്ട ഒത്തിരി തവണ. കഴിഞ്ഞ കാലം KP കേശവമേനോൻ, കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരി, എൻ്റെ വഴിത്തിരിവ് പൊൻകുന്നം വർക്കി. ഇതൊക്കെ എന്ത് ചെയ്തേക്കണതാണ്, ഒത്തിരി തവണ PSC ചോദിച്ചു പോയേക്കണതാണ്. ഞാൻ NN പിള്ള, എൻ്റെ ജീവിതകഥ AK ഗോപാലൻ. അപ്പോൾ പഠിച്ചു വച്ചോ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരുന്ന എക്സാമിന് 1 മാർക്ക് ഇതിൽ നിന്നും കിട്ടുന്നതായിരിക്കും. നമുക്ക് അടുത്ത ഹോട്ട് ടോപ്പിക്സിലേക്ക് പോകാം. ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കാം കാർഷിക വിപ്ലവങ്ങൾ. 1 മാർക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഹരിത വിപ്ലവം കാർഷിക ഉൽപാദനമാണ്. ഹരിത വിപ്ലവം കാർഷിക ഉൽപാദനം. ധവള വിപ്ലവമാണെങ്കിൽ പാൽ ഉൽപാദനമാണ്. ധവള വിപ്ലവം പാൽ ഉൽപാദനം. രജത വിപ്ലവം മുട്ട ഉൽപാദനമാണ്. രജത വിപ്ലവം മുട്ട ഉൽപാദനം. നീല വിപ്ലവമാണെങ്കിൽ മത്സ്യബന്ധനമാണ്. നീല വിപ്ലവം മത്സ്യബന്ധനം അല്ലെങ്കിൽ മത്സ്യ ഉൽപാദനം. മഞ്ഞ വിപ്ലവം എണ്ണക്കുരുക്കളുടെ ഉൽപാദനമാണ്. മഞ്ഞ വിപ്ലവം എണ്ണക്കുരുക്കളുടെ ഉൽപാദനം. ചുവപ്പ് വിപ്ലവം തക്കാളി, മാംസം തുടങ്ങിയവയുടെ ഉൽപാദനമാണ്. ചുവപ്പ് വിപ്ലവം. ഗ്രേ വിപ്ലവമാണെങ്കിൽ വളം ഉൽപാദനമാണ്. ഗ്രേ വിപ്ലവം. മഴവിൽ വിപ്ലവം കാർഷിക മേഖലയിലെ മൊത്തത്തിലുള്ള ഉൽപാദനമാണ്. മഴവിൽ വിപ്ലവം. ബ്രൗൺ വിപ്ലവം കൊക്കോ, തുകൽ എന്നിവയുടെ ഉൽപാദനമാണ്. ബ്രൗൺ വിപ്ലവം കൊക്കോ, തുകൽ എന്നിവയുടെ ഉൽപാദനം. പിങ്ക് വിപ്ലവമാണ് മാംസ്യം, പൗൾട്രി എന്നിവയുടെ ഉൽപാദനം. സ്വർണ്ണ വിപ്ലവമാണ് പഴം, പച്ചക്കറി, തേൻ എന്നിവയുടെ ഉൽപാദനം. റൗണ്ട് വിപ്ലവമാണ് ഉരുളക്കിഴങ്ങ് ഉൽപാദനമാണ്. റൗണ്ട് വിപ്ലവം. സിൽവർ ഫൈബർ വിപ്ലവമാണ് പരുത്തി ഉൽപാദനം. ഗോൾഡൻ ഫൈബർ എന്ന് പറയുന്നത് ചണം വിപ്ലവത്തെയാണ് ഗോൾഡൻ ഫൈബർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെപ്പോഴും PSC 1 മാർക്കിനുള്ള ചോദ്യം ഇതിൻ്റെ ഒന്ന് വരാറുണ്ട്. കാർഷിക വിപ്ലവങ്ങൾ ഒന്നുകൂടി പറയാം. ഹരിത വിപ്ലവമാണ് കാർഷിക ഉൽപാദനം. ഹരിത വിപ്ലവം കാർഷിക ഉൽപാദനം. ധവള വിപ്ലവം പാലുൽപാദനം. ധവള വിപ്ലവം പാലുൽപാദനം. രജത വിപ്ലവമാണ് മുട്ട ഉൽപാദനം. നീല വിപ്ലവം മത്സ്യ ഉൽപാദനം. മത്സ്യ ഉൽപാദനമാണ് നീല വിപ്ലവം. മഞ്ഞ വിപ്ലവം എണ്ണക്കുരുക്കളുടെ ഉൽപാദനം. ചുവപ്പ് വിപ്ലവം തക്കാളി, മാംസ്യം തുടങ്ങിയവയുടെ ഉൽപാദനം. ഗ്രേ വിപ്ലവം വളം ഉൽപാദനം. മഴവിൽ വിപ്ലവമാണ് കാർഷിക മേഖലയിലെ മൊത്തത്തിലുള്ള ഉൽപാദനം. ബ്രൗൺ വിപ്ലവം കൊക്കോ, തുകൽ എന്നിവയുടെ ഉൽപാദനം. പിങ്ക് വിപ്ലവം മാംസം, പൗൾട്രി എന്നിവയുടെ ഉൽപാദനം. സ്വർണ്ണ വിപ്ലവം പഴം, പച്ചക്കറി, തേൻ എന്നിവയുടെ ഉൽപാദനം. റൗണ്ട് വിപ്ലവം ഉരുളക്കിഴങ്ങ് ഉൽപാദനം. സിൽവർ ഫൈബർ പരുത്തി ഉൽപാദന വിപ്ലവം. അടുത്തത് ഗോൾഡൻ ഫൈബർ ആണ് ചണം ഉൽപാദന വിപ്ലവം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഒന്ന് ഓടിച്ചു പഠിച്ചു വച്ചോ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടുത്തൊരു എക്സാമിന് ഉപകരിക്കുന്നതായിരിക്കും. നമുക്ക് അടുത്ത ഹോട്ട് ടോപ്പിക്സിലേക്ക് പോകാം. ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കാം കഥാപാത്രം, കൃതി, കർത്താവ്. ഉറപ്പായും 1 മാർക്ക് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്നും പ്രതീക്ഷിക്കാം. അപ്പോൾ കഥാപാത്രം ആദ്യം രഘു, അമ്മുലു, രാമൻ കർത്ത. കൃതി ഏതാണെന്ന് ചോദിച്ചാൽ അത് വേരുകളാണ്. ഇതിൻ്റെ കർത്താവ് മലയാറ്റൂർ രാമകൃഷ്ണനാണ്. ഓക്കെ, അപ്പോൾ രഘു, അമ്മുലു, രാമൻ കർത്ത വേരുകളാണ് കൃതി. കർത്താവ് മലയാറ്റൂർ രാമകൃഷ്ണൻ. അടുത്തത് ചുടലമുത്തു മോഹനൻ, തോട്ടിയുടെ മകനാണ്. കർത്താവ് തകഴിയാണ്. അപ്പോൾ തകഴിയുടെയാണ് തോട്ടിയുടെ മകൻ. അതിലെ കഥാപാത്രങ്ങളാണ് ചുടലമുത്തു മോഹനൻ. രവി അപ്പുക്കിളി, ഏറ്റവും കൂടുതൽ PSC ചോദിച്ചേക്കണ കഥാപാത്രമാണ് രവി അപ്പുക്കിളി. ഏത് കൃതിയിലാണെന്ന് ചോദിച്ചാൽ അത് ഖസാക്കിൻ്റെ ഇതിഹാസമാണ്. രവി അപ്പുക്കിളി, മൈമുന തുടങ്ങിയ കഥാപാത്രങ്ങൾ. ആരാണ് എഴുതിയതെന്ന് ചോദിച്ചാൽ അത് OV വിജയൻ്റെ കൃതിയാണ്. ഏതെന്ന് പറയുന്നത് ഖസാക്കിൻ്റെ ഇതിഹാസം. രവി, അപ്പുക്കിളി, മൈമുന എന്നീ കഥാപാത്രങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്, നമ്മുടെ ഖസാക്കിൻ്റെ ഇതിഹാസമാണ്. ബീരാൻ മായൻ, ഉമ്മാച്ചു, ഉറൂബ്. ഓക്കെ, അപ്പോൾ ഉറൂബിൻ്റെ ആണ് ഉമ്മാച്ചു. അതിൻ്റെ കഥാപാത്രങ്ങളാണ് ബീരാൻ മായൻ. അടുത്തത് അപ്പുണ്ണി കോന്തുണ്ണി, നാലുകെട്ട് MT വാസുദേവൻ നായരുടെയാണ്. അപ്പോൾ MT വാസുദേവൻ നായരുടെ കൃതിയാണ് നാലുകെട്ട്. അതിലെ കഥാപാത്രങ്ങളാണ് അപ്പുണ്ണി കോന്തുണ്ണി. അടുത്തത് മജീദ് സുഹറ, ബാല്യകാല സഖി. നമുക്ക് പറയേണ്ട കാര്യമില്ല, ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന ബഷീറിൻ്റെ കൃതികളാണ്.
ഏതെന്ന് പറയുന്നത് ബാല്യകാല സഖി. അതേപോലെ തന്നെ എന്താണ് നമുക്ക് അറിയാവുന്ന ഒത്തിരി ഏറ്റവും കൂടുതൽ മലയാള സാഹിത്യത്തിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടി എഴുതിയ കർത്താവാണ് ആരെന്ന് പറയുന്നത്, ഈ പറയുന്ന ബഷീർ എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണക്കാർക്ക് ആസ്വദിക്കാവുന്ന തരത്തിൽ കഥകൾ എഴുതി, അതേപോലെ തന്നെ സാധാരണക്കാർ അത്രയധികം നെഞ്ചിലേറ്റിയ ഒരു കവി അല്ലെങ്കിൽ ഒരു കഥാകൃത്ത് ആരാന്ന് ചോദിച്ചാൽ അത് ബഷീർ തന്നെയാണ്. ബേപ്പൂർ സുൽത്താൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എൻ്റെ ഉപ്പൂപ്പാക്ക് ഒരു ആനയുണ്ടായിരുന്നു, ബാല്യകാല സഖി, പാത്തുമ്മയുടെ ആട്, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറയുന്നത്. അടുത്തത് ചേതന, ആരാച്ചാർ, KR മീര. ഒത്തിരിയധികം ചോദിച്ചേക്കുന്നതാണ് ഈ ഒരു കൃതിനെ കുറിച്ച്. KR മീര, ആരാച്ചാർ, ചേതന. വൈത്തിപ്പട്ടർ, ശാരദ, ചന്തുമേനോൻ. അപ്പോൾ ചന്തുമേനോനാണ്, ചന്തുമേനോൻ്റെ കൃതിയാണ് ഏതെന്ന് പറയുന്നത് ശാരദ. അതിലെ കഥാപാത്രമാണ് വൈത്തിപ്പട്ടർ. അടുത്തത് ക്ലാസിപ്പേർ, കൃതി കയറാണ്, കർത്താവ് തകഴിയാണ്. ഓക്കെ. അടുത്തത് ഭീമൻ രണ്ടാമൂഴം. ഒത്തിരി തവണ ചോദിച്ച മറ്റൊരു കൃതിയും അതേപോലെ തന്നെ കഥാപാത്രവുമാണ് ഭീമൻ രണ്ടാമൂഴം. ആരാണ് ഇതിൻ്റെ കർത്താവ് എന്ന് ചോദിച്ചാൽ MT വാസുദേവൻ നായരുടെയാണ്. ഓക്കെ. അപ്പോൾ സിനിമയാക്കാനായിട്ടൊക്കെ വച്ചേർന്നതാണ്, പക്ഷേ എന്ത് ചെയ്യാൻ പറ്റിയില്ല, ഇത് അദ്ദേഹത്തിൻ്റെ മരണത്തിന് മുന്നേ ഇതൊരു സിനിമയാക്കി കാണാനായിട്ട് അദ്ദേഹത്തിന് പറ്റിയില്ല. അപ്പോൾ MT വാസുദേവൻ നായർ, രണ്ടാമൂഴം, ഭീമൻ. ഓക്കെ. നമുക്ക് ഏറ്റവും റീസെൻ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഈ MT വാസുദേവൻ നായരുമായി ബന്ധപ്പെട്ട് പത്മവിഭൂഷൺ നൽകിയ കവി, മലയാള കവി താഴെ പറയുന്നവയിൽ ഏതാണ് എന്നുള്ളൊരു ചോദ്യമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉത്തരമാണ് MT വാസുദേവൻ നായർ. ഓർത്തു വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഭീമൻ രണ്ടാമൂഴം, MT വാസുദേവൻ നായർ. അടുത്തത് കർണൻ, ഇനി ഞാൻ ഉറങ്ങട്ടെ, PK ബാലകൃഷ്ണൻ. കർണൻ എന്ന് പറയുന്ന കഥാപാത്രം ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന കൃതിയിലെയാണ്. ആരായിരുന്നു അതിൻ്റെ കർത്താവ് എന്ന് ചോദിച്ചാൽ PK ബാലകൃഷ്ണനാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. പപ്പു, ഓടയിൽ നിന്ന് P കേശവദേവ്. പപ്പു, ഓടയിൽ നിന്ന് P കേശവദേവ്. അപ്പോൾ P കേശവദേവിൻ്റെ ആണ് ഓടയിൽ നിന്ന് എന്ന കൃതിയിൽ ആരാണ് കഥാപാത്രം എന്ന് ചോദിച്ചാൽ അത് പപ്പു ആണ്. അടുത്തതാണ് ശ്രീധരൻ കുളൂസ് പറങ്കോടൻ, ഒരു ദേശത്തിൻ്റെ കഥ. നമുക്കറിയാം SK പൊറ്റക്കാടിൻ്റെ ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്ന ഒരു കൃതിയും അതേപോലെ തന്നെ എന്താണ് കഥാപാത്രവുമാണ് ഈ പറയുന്ന ശ്രീധരൻ കുളൂസ് പറങ്കോടൻ. സുഭദ്ര, ശംഖു ആശാൻ. മാർത്താണ്ഡവർമ്മ, CV രാമൻപിള്ള. ഓക്കെ. അപ്പോൾ CV രാമൻപിള്ളയുടെയാണ് മാർത്താണ്ഡവർമ്മ. സുഭദ്ര, ശംഖു ആശാൻ. ഓക്കെ. ഏത് കൃതിയിലാണെന്ന് ചോദിച്ചാൽ മാർത്താണ്ഡവർമ്മയാണ്. അടുത്തത് കുഞ്ഞേനാച്ചൻ, അരനാഴിക നേരം പാറപ്പുറത്ത്. ഇരുമ്പൻ ഗോവിന്ദൻ നായർ, സുന്ദരികളും സുന്ദരന്മാരും, ഉറൂബ്. ഇതിങ്ങനെ തന്നെ ചോദിച്ചേണ്ട. താഴെ പറയുന്നവർ ആരുടെയാണ് സുന്ദരികളും സുന്ദരന്മാരും, ആരുടെയാണ് ഉറൂബിൻ്റെയാണ്. ഓക്കെ. അടുത്തത് ദാസൻ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ M മുകുന്ദനാന്നുള്ളത് ഓർത്തു വയ്ക്കുക. പെരിഞ്ചക്കോടൻ, രാമരാജ ബഹദൂർ, CV രാമൻപിള്ള. CV രാമൻപിള്ളയുടെയാണ് രാമരാജ ബഹദൂർ. അതിൻ്റെ അകത്തെ കഥാപാത്രമാണ് ആരെന്ന് പറയുന്നത് പെരിഞ്ചക്കോടൻ. അടുത്തത് പങ്കി പണിക്കർ, പ്രേമാമൃതം, CV രാമൻപിള്ള. വിമല അമർ സിംഗ്, മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ഈ ഒരു ചോദ്യം. കഥാപാത്രം വിമല അമർ സിംഗ്. ഏത് കൃതിയിലെയാണെന്ന് ചോദിച്ചേണ്ട. മഞ്ഞ്. മഞ്ഞെന്ന് പറയുന്ന കൃതി ആരുടെയാണെന്ന് ചോദിച്ചേണ്ട. അത് MT വാസുദേവൻ നായരുടെയാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. വെള്ളായിയപ്പൻ, വെള്ളായിയപ്പൻ, കടൽ തീരത്ത്, OV വിജയൻ. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്, പഠിച്ചു വച്ചോ, 1 മാർക്ക് ഷുവർ ആണ്. നജീബ് മുഹമ്മദ് ഇബ്രാഹിം ഖാദിരി. പ്രത്യേകം പറയേണ്ട കാര്യമില്ല, കാരണം അത്രയധികം മലയാളികൾ നെഞ്ചിലേറ്റിയതാണ് ഈ പറയുന്ന ആടുജീവിതം ബെന്യാമിൻ്റെ. അത് കൃതിയാണെങ്കിലും അതേപോലെ തന്നെ സിനിമയാക്കിയപ്പോഴും അത്രയധികം എന്താണ് ഈ പറയുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ എല്ലാവരും നെഞ്ചിലേറ്റിയ ഒരു കഥാപാത്രവും അതേപോലെ തന്നെ എന്താണ് കൃതിയുമാണ് ഈ പറയുന്ന ആടുജീവിതം. ചിരുത ചാത്തൻ, രണ്ടിടങ്ങഴി, തകഴി ശിവശങ്കരപ്പിള്ള. കുന്തൻ എന്ന് പറയുന്നത് മരുഭൂമികൾ ഉണ്ടാകുന്നത് ആനന്ദിൻ്റെയാണ്. വാസവദത്ത, കരുണ കുമാരനാശാൻ. ഖദീജ, സുന്ദരികളും സുന്ദരന്മാരും, ഉറൂബ്. കോയ, അറബിപ്പൊന്ന്, MT വാസുദേവൻ നായരും NP മുഹമ്മദും കൂടി ചേർന്ന് എഴുതിയ കൃതി ഏതാണെന്ന് ഒത്തിരി തവണ PSC ചോദിച്ചേണ്ടത്. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ടാവും. അറബിപ്പൊന്ന്, അറബിപ്പൊന്ന് MT വാസുദേവൻ നായരും NP മുഹമ്മദും ചേർന്ന് എഴുതിയതാണ് അറബിപ്പൊന്ന്. അപ്പോൾ അതിൻ്റെ അകത്തെ കഥാപാത്രം ചോദിച്ചാൽ കോയയാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. നാരായണി ബഷീർ, മതിലുകൾ ബഷീർ.
ഭ്രാന്തൻ വേലായുധൻ, ഇരുട്ടിൻ്റെ ആത്മാവ് MT വാസുദേവൻ നായർ. അപ്പോൾ ഇരുട്ടിൻ്റെ ആത്മാവ്, ഭ്രാന്തൻ വേലായുധൻ എന്ന് പറയുന്നത് ഇരുട്ടിൻ്റെ ആത്മാവിലെ കഥാപാത്രങ്ങളാണ്. ആരാണ് ഇതിൻ്റെ കർത്താവ് എന്ന് ചോദിച്ചാൽ അത് MT വാസുദേവൻ നായരാന്നുള്ളത് ഓർത്തു വയ്ക്കുക. മണ്ടൻ മൂത്താപ്പ, മുച്ചീട്ടുകാരൻ്റെ മകൾ, വൈക്കം മുഹമ്മദ് ബഷീർ. അപ്പോൾ മണ്ടൻ മൂത്താപ്പ കഥാപാത്രം, മുച്ചീട്ടുകാരൻ്റെ മകള് വൈക്കം മുഹമ്മദ് ബഷീർ. ഗോവിന്ദൻകുട്ടി അസുരവിത്ത് MT വാസുദേവൻ നായർ. സൂരി നമ്പൂതിരിപ്പാട് പഞ്ചുമേനോൻ മാധവൻ, ഇന്ദുലേഖ ചന്തുമേനോൻ. ചന്ദ്രിക മദനൻ രമണൻ ചങ്ങമ്പുഴ. അപ്പോൾ ഇത്രയും കൃതികൾ, അതേപോലെ തന്നെ കഥാപാത്രങ്ങൾ, അതിൻ്റെ കർത്താവ് ആരാന്നുള്ളതും ഓർത്തു വച്ചോ. നമുക്ക് LD മുതൽ ഈ പറയുന്ന ഒരു ഡിഗ്രി ലെവൽ എക്സാംസിന് വരെ നിങ്ങൾക്ക് ഇതിൽ നിന്നും ചോദ്യങ്ങൾ ഷുവർ ഷോട്ട് ആണ്. അപ്പോൾ പറഞ്ഞത് ഒന്നുകൂടി പറയാം. രഘു അമ്മുലു രാമൻ കർത്ത, വേരുകൾ മലയാറ്റു രാമകൃഷ്ണൻ. ചുടലമുത്തു മോഹനൻ, തോട്ടിയുടെ മകൻ തകഴി. രവി അപ്പുക്കിളി, ഇമ്പോർട്ടൻ്റ് ആണ്, ഖസാക്കിൻ്റെ ഇതിഹാസം OV വിജയൻ. ബീരാൻ മായൻ, ഉമ്മാച്ചു ഉറൂബ്. അപ്പുണ്ണി കോന്തുണ്ണി, നാലുകെട്ട് MT വാസുദേവൻ നായർ. മജീദ് സുഹറ, ബാല്യകാലസഖി ബഷീർ. ചേതന ആരാച്ചാർ, KR മീര. വൈത്തിപ്പട്ടർ ശാരദ ചന്തുമേനോൻ. ക്ലാസിപ്പേർ കയർ തകഴി. ഭീമൻ രണ്ടാമൂഴം MT വാസുദേവൻ നായർ. കർണൻ ഇനി ഞാനുറങ്ങട്ടെ PK ബാലകൃഷ്ണൻ. പപ്പു ഓടയിൽ നിന്ന് P കേശവദേവ്. ശ്രീധരൻ കുളൂസ് പറങ്കോടൻ, ഒരു ദേശത്തിൻ്റെ കഥ SK പൊറ്റക്കാട്. സുഭദ്ര ശംഖുവാശാൻ, മാർത്താണ്ഡവർമ്മ CV രാമൻപിള്ള. കുഞ്ഞേനാച്ചൻ അരനാഴിക നേരം പാറപ്പുറത്ത്. ഇരുമ്പൻ ഗോവിന്ദൻ നായർ, സുന്ദരികളും സുന്ദരന്മാരും ഉറൂബ്. ദാസൻ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ M മുകുന്ദൻ. പെരിഞ്ചക്കോടൻ രാമരാജ ബഹദൂർ CV രാമൻപിള്ള. പങ്കിപ്പണിക്കർ പ്രേമാമൃതം CV രാമൻപിള്ള. വിമല അമർ സിംഗ്, മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്, മഞ്ഞ് MT വാസുദേവൻ നായർ. വെള്ളായപ്പൻ കടൽ തീരത്ത് OV വിജയൻ. നജീബ് മുഹമ്മദ് ഇബ്രാഹിം ഖാദിരി, ആടുജീവിതം ബെന്യാമിൻ. ചിരുത ചാത്തൻ രണ്ടിടങ്ങഴി, തകഴി ശിവശങ്കരപ്പിള്ള. കുന്തൻ മരുഭൂമികളുണ്ടാകുന്നത് ആനന്ദ്. വാസവദത്ത കരുണ കുമാരനാശാൻ. ഖദീജ സുന്ദരികളും സുന്ദരന്മാരും ഉറൂബ്. കോയ അറബിപ്പൊന്ന്, ഇമ്പോർട്ടൻ്റ്, MT വാസുദേവൻ നായരും NP മുഹമ്മദും. നാരായണി ബഷീർ, മതിരുകൾ ബഷീർ. ഭ്രാന്തൻ വേലായുധൻ, ഇരുട്ടിൻ്റെ ആത്മാവ് MT വാസുദേവൻ നായർ. മണ്ടൻ മൂത്താപ്പ, മുച്ചീട്ടുകാരൻ്റെ മകൾ, വൈക്കം മുഹമ്മദ് ബഷീർ. ഗോവിന്ദൻകുട്ടി അസുരവിത്ത്, MT വാസുദേവൻ നായർ. സൂരി നമ്പൂതിരിപ്പാട് പഞ്ചുമേനോൻ മാധവൻ, ഇന്ദുലേഖ ചന്തുമേനോൻ. ചന്ദ്രിക മദനൻ രമണൻ ചങ്ങമ്പുഴ. അപ്പോൾ ഇത്രയും കൃതിയും കഥാപാത്രവും ഒരു 10 പ്രാവശ്യമെങ്കിലും വായിച്ച് പഠിച്ചു വച്ചോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ നിന്നും 1 or 2 മാർക്ക് വരെ പ്രതീക്ഷിക്കാവുന്നതാണ്. നമുക്ക് അടുത്ത ഹോട്ട് ടോപ്പിക്സിലേക്ക് പോകാം. ഓക്കെ, അടുത്ത നമുക്ക് പഠിക്കാം LPG, അതായത് ലിബറൈസേഷൻ, അതേപോലെ തന്നെ പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. തീർച്ചയായിട്ടും നമുക്ക് എക്കണോമിക്സിൽ 1 മാർക്ക് ഈ ഒരു ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കാം. ആദ്യം നമുക്ക് ഉദാരവൽക്കരണം. സാമ്പത്തിക പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചിരുന്ന നിയമങ്ങളും നയങ്ങളും ഒഴിവാക്കി സമ്പദ് വ്യവസ്ഥയുടെ വിവിധ മേഖലകൾ തുറന്നു കൊടുക്കുന്നതാണ് ഉദാരവൽക്കരണ നടപടികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് ഉദാരവൽക്കരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാമ്പത്തിക പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചിരുന്ന എല്ലാ നിയമങ്ങളും നയങ്ങളും ഒഴിവാക്കി സമ്പദ് വ്യവസ്ഥയുടെ വിവിധ മേഖലകൾ തുറന്നു കൊടുക്കുന്നതിനാണ് ഉദാരവൽക്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി ഉദാരവൽക്കരണ നയങ്ങൾ ആരംഭിച്ചത് എന്നാണ് എന്ന് ചോദിച്ചാൽ 1980-ലാണ് ഇന്ത്യയിൽ ആദ്യമായി ഉദാരവൽക്കരണ നയങ്ങൾ ആരംഭിച്ചത്. 1980-ലാണ്. ഇന്ത്യയിൽ ഉദാരവൽക്കരണ നടപടികൾ ആരംഭിച്ച വർഷം 1985-ആണ്. രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിലുള്ള സർക്കാർ നിയന്ത്രണങ്ങളും സ്വാധീനവും പരിമിതപ്പെടുത്തുന്നു എന്ന സമ്പ്രദായം അറിയപ്പെട്ടതാണ് ഉദാരവൽക്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ലിബറലൈസേഷൻ അല്ലെങ്കിൽ ഉദാരവൽക്കരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാമ്പത്തിക പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചിരുന്ന നിയമങ്ങളും നയങ്ങളും ഒഴിവാക്കി സമ്പദ് വ്യവസ്ഥയുടെ വിവിധ മേഖലകൾ തുറന്നു കൊടുക്കുന്നതാണ് ഉദാരവൽക്കരണ നടപടികൾ.
എന്നാണ് ഇന്ത്യയിൽ ആദ്യമായി ഉദാരവൽക്കരണ നയങ്ങൾ ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ 1980-ലാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഉദാരവൽക്കരണ നടപടികൾ ആരംഭിച്ച വർഷമാണ് 85. അതായത് രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിലുള്ള സർക്കാർ നിയന്ത്രണങ്ങളും സ്വാധീനവും പരിമിതപ്പെടുത്തുന്ന സമ്പ്രദായം അറിയപ്പെട്ടതാണ് ഉദാരവൽക്കരണം എന്നുള്ളത്. കാര്യം മനസ്സിലായി എന്ന് തോന്നുന്നു. അടുത്തത് സ്വകാര്യവൽക്കരണം അല്ലെങ്കിൽ പ്രൈവറ്റൈസേഷൻ. സ്വകാര്യവൽക്കരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശമോ നിർവഹണ ചുമതലയോ സ്വകാര്യ മേഖലയിലേക്ക് കൈമാറുക എന്നതാണ് സ്വകാര്യവൽക്കരണം അല്ലെങ്കിൽ പ്രൈവറ്റൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശമോ നിർവഹണ ചുമതലയോ സ്വകാര്യ മേഖലയ്ക്ക് എന്ത് ചെയ്യുക? വിട്ടുകൊടുക്കുക. ഗവൺമെൻറ് കമ്പനികളെ സ്വകാര്യ കമ്പനികളാക്കി മാറ്റുന്നത് പ്രധാനമായും 2 രീതിയിലാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശം, നിർവഹണ ചുമതല എന്നിവയിൽ നിന്നും ഗവൺമെൻറ് പിൻവാങ്ങുക. പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുക. ഇതാണ് ഈ പറയുന്ന പ്രൈവറ്റൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്വകാര്യവൽക്കരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥ അവകാശമോ അതേപോലെ തന്നെ നിർവഹണ ചുമതലയോ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുക. ഗവൺമെൻറ് കമ്പനികളെ സ്വകാര്യ കമ്പനികളാക്കി മാറ്റുന്നത് പ്രധാനമായും 2 രീതിയിലാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശം, നിർവഹണ ചുമതല എന്നിവയിൽ നിന്നും ഗവൺമെൻറ് പിൻവാങ്ങുക. പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്ത് ചെയ്യുക? സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുക. അടുത്തതാണ് നമ്മുടെ ആഗോളവൽക്കരണം. അതായത് രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ ആഗോള സമ്പദ് വ്യവസ്ഥയുമായി സമന്വയിപ്പിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ആഗോളവൽക്കരണം അല്ലെങ്കിൽ ഗ്ലോബലൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് ആഗോളവൽക്കരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ ആഗോള സമ്പദ് വ്യവസ്ഥയുമായി സമന്വയിപ്പിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആഗോളവൽക്കരണം അല്ലെങ്കിൽ ഗ്ലോബലൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഗ്ലോബലൈസേഷൻ്റെ ബാക്കി കാര്യങ്ങൾ ലോകത്തെ കൂടുതൽ പരസ്പരാശ്രയത്വമുള്ളതായും കൂട്ടിച്ചേർക്കുന്നതുമായ നയങ്ങളുടെ പരിണതഫലമാണ് ആഗോളവൽക്കരണം. രാജ്യത്തിൻ്റെ അതിർത്തികൾ കടന്നുള്ള മൂലധന പ്രവാഹം, തൊഴിലാളികളുടെ ഒഴുക്ക്, സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഒഴുക്ക് എന്നിവ മൂലം രാജ്യങ്ങൾ തമ്മിലുണ്ടായ പരസ്പര സാമ്പത്തിക ഏകോപനവും ആശ്രയത്വവും അറിയപ്പെടുന്നതാണ് ആഗോളവൽക്കരണം. അപ്പോൾ രാജ്യത്തിൻ്റെ അതിർത്തികൾ കടന്ന് മൂലധന പ്രവാഹവും തൊഴിലാളികളുടെ ഒഴുക്ക്, സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഒഴുക്ക് എന്നിവ മൂലം രാജ്യങ്ങൾ തമ്മിലുണ്ടായ പരസ്പര സാമ്പത്തിക ഏകോപനവും ആശ്രയത്വവുമാണ് ആഗോളവൽക്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രാജ്യം ഒറ്റക്കുടക്കീഴിൽ എന്നതാണ് ഈ പറയുന്ന ഗ്ലോബലൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആശയങ്ങളുടെയും മൂലധനത്തിൻ്റെയും ചരക്കുകളുടെയും മനുഷ്യരുടെയും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള ഒഴുക്കിനെയാണ് ആഗോളവൽക്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആശയങ്ങളാണെങ്കിലും അതേപോലെ തന്നെ എന്താണ് മൂലധനത്തിൻ്റെയും ചരക്കുകളുടെയും മനുഷ്യരുടെയും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള ഒഴുക്കിനെയാണ് എന്തെന്ന് പറയുന്നത്? ആഗോളവൽക്കരണം, അതർവൈസ് നോൺ ആസ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ LPG അതായത് ലിബറലൈസേഷൻ, അതേപോലെ തന്നെ പ്രൈവറ്റൈസേഷൻ, അതേപോലെ തന്നെ ഗ്ലോബലൈസേഷൻ. എന്താണ് ഗ്ലോബലൈസേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആശയങ്ങളുടെയും മൂലധനത്തിൻ്റെയും ചരക്കുകളുടെയും മനുഷ്യരുടെയും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള ഒഴുക്കിനെയാണ് എന്തെന്ന് പറയുന്നത്? യെസ്, ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പ്രൈവറ്റൈസേഷൻ അല്ലെങ്കിൽ സ്വകാര്യവൽക്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശമോ നിർവഹണ ചുമതലയോ സ്വകാര്യ മേഖലയിലേക്ക് കൈമാറുക. അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശം, നിർവഹണ ചുമതല എന്നിവയിൽ നിന്നും ഗവൺമെൻറ് എന്ത് ചെയ്യുക? പിൻവാങ്ങുക. പകരം പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് എന്ത് ചെയ്യുക? വിൽക്കുക. അപ്പോൾ പൂർണ്ണമായിട്ടും സ്വകാര്യ വ്യക്തികളുടെ അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് എന്ത് ചെയ്യുക? പൊതുമേഖലാ സ്ഥാപനങ്ങളും അതേപോലെ തന്നെ എന്താണ് അതിൻ്റെ ചുമതല അവകാശവും എന്ത് ചെയ്യുക? പ്രൈവറ്റൈസേഷൻ ഭാഗമായിട്ട് എന്ത് ചെയ്യുക? ഈ പറയുന്ന സ്വകാര്യ വ്യക്തികൾക്കോ സ്വകാര്യ സ്ഥാപനങ്ങൾക്കോ ആയിട്ട് എന്ത് ചെയ്യുക? വിൽക്കുക, അല്ലെങ്കിൽ അതിൽ നിന്നും ഗവൺമെൻറ് പിൻവാങ്ങുക എന്നുള്ളതാണ് ഈ പറയുന്ന സ്വകാര്യവൽക്കരണം അല്ലെങ്കിൽ പ്രൈവറ്റൈസേഷൻ. ഉദാരവൽക്കരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തിക പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചിരുന്ന നിയമങ്ങളും നയ
നയങ്ങളും ഒഴിവാക്കി സമ്പദ് വ്യവസ്ഥയുടെ വിവിധ മേഖലകൾ തുറന്നുകൊണ്ടുപോവുക ഉദാരവൽക്കരണ നടപടികൾ. അതായത് രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിലുള്ള സർക്കാർ നിയന്ത്രണവും സ്വാധീനവും പരിമിതപ്പെടുത്തുന്ന സമ്പ്രദായം അറിയപ്പെട്ടതാണ് ഏതു പേരിൽ? ഉദാരവൽക്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഈ പറയുന്ന LPG പഠിച്ചു വച്ചോ. തീർച്ചയായിട്ടും ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ലെവലുള്ള ചോദ്യങ്ങളൊക്കെ വരാം. അപ്പോൾ അതിൻ്റെ അകത്ത് ഇതുമായി ബന്ധപ്പെട്ടത് തിരഞ്ഞെടുക്കുക. അപ്പോൾ ഉദാരവൽക്കരണവുമായി ബന്ധപ്പെട്ട്, സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ LPGയുമായി ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ LPGയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് വരുന്ന എക്സാമുകളിൽ പ്രതീക്ഷിക്കാം. പഠിച്ചു വെച്ചോ, 1 മാർക്കാണ്. നമുക്ക് അടുത്ത ഹോട്ട് ടോപ്പിക്സിലേക്ക് പോകാം. ഓക്കെ, അടുത്തത് വിശേഷണങ്ങളാണ്. ഉറപ്പായും ഒരു ചോദ്യം നമുക്കിതിൽ നിന്നും പ്രതീക്ഷിക്കാം. ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നത് ചെറുശ്ശേരിയാണ്. ഋതുക്കളുടെ കവി ചെറുശ്ശേരി. വിപ്ലവ കവി വയലാർ രാമവർമ്മയാണ്. വിപ്ലവ കവി വയലാർ രാമവർമ്മ. കേരള വാൽമീകി വള്ളത്തോൾ നാരായണ മേനോനാണ്. കേരള വാൽമീകി വള്ളത്തോൾ നാരായണ മേനോൻ. കേരള കാളിദാസൻ കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനാണ്. കേരള കാളിദാസൻ കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. കേരള വ്യാസനാണ് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. കേരള വ്യാസൻ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. കേരള ടാഗോറാണ് വള്ളത്തോൾ നാരായണ മേനോനാണ്. കേരള ടാഗോർ വള്ളത്തോൾ നാരായണ മേനോൻ. കേരള പുഷ്കിനാണ് ONV കുറുപ്പ്. കേരള പുഷ്കിൻ ONV കുറുപ്പ്. കേരള ടെന്നിസൺ ആണ് വള്ളത്തോൾ നാരായണ മേനോനാണ്. കേരള ടെന്നിസൺ വള്ളത്തോൾ നാരായണ മേനോൻ. മലയാളത്തിലെ ജോൺ ഗുന്ദർ ആണ് SK പൊറ്റക്കാട്. അപ്പോൾ മലയാളത്തിലെ ജോൺ ഗന്ദർ എന്നറിയപ്പെടുന്നത് SK പൊറ്റക്കാടാണ്. കുട്ടനാടിൻ്റെ കഥാകാരൻ തകഴി ശിവശങ്കരപ്പിള്ളയാണ്. കുട്ടനാടിൻ്റെ കഥാകാരൻ. നിളയുടെ കവി എന്നറിയപ്പെടുന്നത് P കുഞ്ഞിരാമൻ നായരാണ്. നിളയുടെ കവി P കുഞ്ഞിരാമൻ നായർ. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് MT വാസുദേവൻ നായരാണ്. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് MT വാസുദേവൻ നായർ. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ. നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞു. അപ്പോൾ ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ. സരസകവി മൂലൂർ പത്മനാഭ പണിക്കറാണ്. സരസകവി എന്നറിയപ്പെടുന്നത് മൂലൂർ പത്മനാഭ പണിക്കർ. വിപ്ലവ കവിയാണ് വയലാർ രാമവർമ്മ. വിപ്ലവ കവി വയലാർ രാമവർമ്മ. ശബ്ദസുന്ദരൻ വള്ളത്തോൾ നാരായണ മേനോനാണ്. ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോൻ. ആശയഗംഭീരൻ കുമാരനാശാനാണ്. ആശയഗംഭീരൻ കുമാരനാശാൻ. ശബ്ദാഢ്യൻ ഉള്ളൂരാണ്. മാതൃത്വത്തിൻ്റെ കവിയത്രിയാണ് ബാലാമണിയമ്മ. ദാർശനിക കവിയാണ് G ശങ്കരക്കുറുപ്പ്. അപ്പോൾ ഇത്രയും വിശേഷണങ്ങൾ ഓർത്തു വച്ചോ. ഋതുക്കളുടെ കവി ചെറുശ്ശേരിയാണ്. ഋതുക്കളുടെ കവി ചെറുശ്ശേരി. വിപ്ലവ കവി വയലാർ രാമവർമ്മ. കേരള വാൽമീകി വള്ളത്തോൾ നാരായണ മേനോൻ. കേരള കാളിദാസൻ കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. കേരള വ്യാസൻ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. കേരള ടാഗോർ വള്ളത്തോൾ നാരായണ മേനോൻ. കേരള പുഷ്കിൻ ONV കുറുപ്പ്. കേരള ടെന്നിസൺ വള്ളത്തോൾ നാരായണ മേനോൻ. മലയാളത്തിലെ ജോൺ ഗന്ദർ SK പൊറ്റക്കാട്. കുട്ടനാടിൻ്റെ കഥാകാരൻ തകഴി ശിവശങ്കരപ്പിള്ള. നിളയുടെ കവി P കുഞ്ഞിരാമൻ നായർ. നിളയുടെ കഥാകാരൻ MT വാസുദേവൻ നായർ. ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറാണ്. ബേപ്പൂർ സുൽത്താൻ. സരസകവിയാണ് മൂലൂർ പത്മനാഭ പണിക്കർ. മൂലൂർ പത്മനാഭ പണിക്കറാണ് സരസകവി. വിപ്ലവ കവിയാണ് വയലാർ രാമവർമ്മ. വിപ്ലവ കവി വയലാർ രാമവർമ്മ. ശബ്ദ സുന്ദരനാണ് വള്ളത്തോൾ നാരായണ മേനോനാണ്. ശബ്ദ സുന്ദരൻ. ആശയഗംഭീരൻ കുമാരനാശാൻ. ശബ്ദാഢ്യനാണ് ഉള്ളൂർ. മാതൃത്വത്തിൻ്റെ കവിയത്രിയാണ് ബാലാമണിയമ്മ. ദാർശനിക കവി ആരാന്ന് ചോദിച്ചാൽ അത് G ശങ്കരക്കുറുപ്പാന്നുള്ളതും ഓർത്തു വയ്ക്കുക. നമുക്ക് അടുത്ത ഹോട്ട് ടോപ്പിക്സിലേക്ക് പോകാം. ഓക്കെ, അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോട്ട് ടോപ്പിക്സ് ആണ് സാമൂഹിക പരിഷ്കർത്താക്കളും അവരുടെ പ്രസ്ഥാനങ്ങളും. തീർച്ചയായിട്ടും PSC ഇതിൽ നിന്നും ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. വൈകുണ്ഠ സ്വാമികൾ സമത്വ സമാജം. ഓക്കെ, വൈകുണ്ഠ സ്വാമികളുടെ പ്രസ്ഥാനമാണ് സമത്വ സമാജം. നിലവിൽ വന്ന വർഷം എന്നാണെന്ന് ചോദിച്ചാൽ 1836 വൈകുണ്ഠ സ്വാമികളുടെ പ്രസ്ഥാനമായ സമത്വ സമാജം നിലവിൽ വന്നത്. അടുത്തത് ചട്ടമ്പി സ്വാമികൾ, അതായത് കൂട്ടുകുടുംബ വ്യവസ്ഥ, അതേപോലെ തന്നെ സംബന്ധം, മരുമക്കത്തായം എന്നിവയ്ക്കെതിരെ
പോരാടിയ വ്യക്തിയാണ് ചട്ടമ്പി സ്വാമികൾ. ഓർത്തു വയ്ക്കുക, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ചട്ടമ്പി സ്വാമികൾ കൂട്ടുകുടുംബ വ്യവസ്ഥ, സംബന്ധം, മരുമക്കത്തായം എന്നിവയ്ക്കെതിരെ പോരാടിയ സാമൂഹിക പരിഷ്കർത്താവാണ് ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിലെ ഉള്ളൂർക്കോട് നായർ ഭവനത്തിലാണ് ആര് ജനിച്ചത്? ചട്ടമ്പി സ്വാമികൾ ജനിച്ചത്. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ ഉള്ളൂർക്കോട്, അപ്പോൾ കണ്ണൻമൂലയിലെ ഉള്ളൂർക്കോട് നായർ ഭവനത്തിൽ ജനിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ചട്ടമ്പി സ്വാമികൾ എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അടുത്തത് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, അതായത് SNDP സ്ഥാപിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. അടുത്തത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. അതേപോലെ തന്നെ പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്ന് പറയുന്ന ആ ഒരു ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിച്ചാൽ അതും കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. അതേപോലെ തന്നെ അദ്ദേഹം കൊണ്ടുവന്ന പുതിയൊരു സമ്പ്രദായമായിരുന്നു പിടിയരി സമ്പ്രദായം, വാഴത്തട വിപ്ലവം. ഇതൊക്കെ ആരുടെ ആയിരുന്നു സംഭാവന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുര്യാക്കോസ് ഏലിയാസ് ചവറയുടെയാണ്. പിടിയരി സമ്പ്രദായം, വാഴത്തട വിപ്ലവം, അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ച നവോത്ഥാന നായകനാണ് കുര്യാക്കോസ് ഏലിയാസ് ചവറ. അടുത്തത് അയ്യങ്കാളി സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് അയ്യങ്കാളിയാണ്. സാധുജന പരിപാലന സംഘം. അടുത്തത് വക്കം അബ്ദുൽ ഖാദർ മൗലവി. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം, ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. വാഗ്ഭടാനന്ദൻ്റെയാണ് ആത്മവിദ്യാസംഘം. സഹോദരൻ അയ്യപ്പൻ്റെയാണ് സഹോദര പ്രസ്ഥാനം. സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം. പണ്ഡിറ്റ് KP കറുപ്പൻ്റെയാണ് അരയസമാജം. അരയസമാജം പണ്ഡിറ്റ് KP കറുപ്പൻ. മന്നത്ത് പത്മനാഭനാണ് NSS നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ചത്. മന്നത്ത് പത്മനാഭൻ. VT ഭട്ടതിരിപ്പാടിൻ്റെയാണ് യോഗക്ഷേമ സഭ. യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാട്. കുമാര ഗുരുദേവൻ്റെയാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, അതായത് PRDS എന്ന് പറയുന്നത് ആരുടെയാണെന്ന് ചോദിച്ചാൽ കുമാര ഗുരുദേവൻ. അപ്പോൾ സാമൂഹിക പരിഷ്കർത്താക്കൾ, പ്രസ്ഥാനങ്ങൾ, അവരുടെ പ്രവർത്തനങ്ങളാണ് നമ്മൾ പഠിച്ചത്. വൈകുണ്ഠസ്വാമികളുടെയാണ് സമത്വ സമാജം. വൈകുണ്ഠസ്വാമി സമത്വ സമാജം. ചട്ടമ്പി സ്വാമി കൂട്ടുകുടുംബ വ്യവസ്ഥ, അതേപോലെ തന്നെ സംബന്ധം, മരുമക്കത്തായം എന്നിവയ്ക്കെതിരെ പോരാടിയ നവോത്ഥാന നായകൻ. ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. കുര്യാക്കോസ് ഏലിയാസ് ചവറ അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും, പിടിയേരി സമ്പ്രദായം, പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്ന സമ്പ്രദായത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും കുര്യാക്കോസ് ഏലിയാസ് ചവറയാണ്. അതേപോലെ തന്നെ കാലത്തിന് മുൻപേ നടന്ന നവോത്ഥാന നായകൻ ആരാന്ന് ചോദിച്ചാൽ അതും കുര്യാക്കോസ് ഏലിയാസ് ചവറയാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം. വക്കം അബ്ദുൽ ഖാദർ മൗലവി ആണെങ്കിൽ തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയാണ്. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘമാണ്. സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനമാണ്. പണ്ഡിറ്റ് KP കറുപ്പൻ അരയസമാജം. മന്നത്ത് പത്മനാഭനാണെങ്കിൽ നായർ സർവീസ് സൊസൈറ്റി NSS. VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ. കുമാരഗുരുദേവനാണെങ്കിൽ PRDS പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. അപ്പോൾ ഈ പ്രസ്ഥാനങ്ങൾ എന്നാണ് രൂപീകൃതമായത് എന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓരോ പ്രസ്ഥാനങ്ങളും അത് എന്നാണ് നിലവിൽ വന്നതെന്നുള്ള വർഷവും മാസവും തീയതിയും നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആവശ്യമുള്ളവർ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. നമുക്ക് അടുത്ത ഹോട്ട് ടോപ്പിക്സിലേക്ക് പോകാം. ഓക്കെ, കലാകാരന്മാരും സൃഷ്ടികളും അതേപോലെ തന്നെ ഏത് മേഖലയുമായാണ് ഇവർ ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. എപ്പോഴും ഒരു മാർക്ക് ഈ ഒരു ഭാഗത്തു നിന്നും ചോദിക്കാറുണ്ട്. ഇന്ന് റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള പല ചോദ്യങ്ങളുടെയും വരുന്നത് ഈ പറയുന്ന നമ്മുടെ കല, കായികം, സംസ്കാരം എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ നിന്നാണ്. അപ്പോൾ എന്തായാലും ആ ഒരു ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ പഠിച്ചു പോകാതെ നമുക്ക് വേറൊരു നിവൃത്തിയുമില്ല. അപ്പോൾ നമുക്ക് പഠിക്കാം. മൈക്കൽ ആഞ്ചലോ കലാകാരനാണ്, അദ്ദേഹം ഇറ്റലിക്കാരനാണ്. മൈക്കൽ ആഞ്ചലോ. അന്ത്യവിധി, അതേപോലെ തന്നെ സിസ്റ്റൻ ചാപ്പൽ സീലിംഗ്, വിശുദ്ധ അന്തോണീസിൻ്റെ പീഡനം. ഓക്കെ, അദ്ദേഹം ചിത്രകലയുമായി ബന്ധപ്പെട്ട ആളാണ്. മൈക്കൽ ആഞ്ചലോ ഇറ്റലിക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള സൃഷ്ടിയാണ് അന്ത്യവിധി. അതേപോലെ തന്നെ
സിസ്റ്റൈൻ ചാപ്പൽ സീലിംഗ്, വിശുദ്ധ അന്തോണീസിന്റെ പീഡനം. ചിത്രകലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് മൈക്കലാഞ്ചലോ. ഇനി ലിയനാർഡോ ഡാവിഞ്ചി ആണ്, ഇറ്റലിക്കാരനാണ് അദ്ദേഹവും. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള സൃഷ്ടിയാണ് മൊണാലിസ, അവസാനത്തെ അത്താഴം, ലാസ്റ്റ് സപ്പർ, കന്യാമറിയ, വിർജിൻ മേരി. അദ്ദേഹം ചിത്രകലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. ലിയനാർഡോ ഡാവിഞ്ചി എന്ന് പറയുന്നത് ഇറ്റലിക്കാരനാണ്. അടുത്തത് റാഫേലാണ്, ഇറ്റലിക്കാരൻ. ഏതൻസിലെ വിദ്യാലയം ചിത്രകലയുമായി ബന്ധപ്പെട്ട ആളാണ് റാഫേൽ എന്ന് പറയുന്നത്. അദ്ദേഹവും ഇറ്റലിക്കാരൻ തന്നെയാണ്. അടുത്തത് ലോറൻസോ ഗിബർട്ടി, ഇറ്റലിക്കാരനാണ്. ഫ്ലോറൻസിലെ ബാപ്റ്റിസ്റ്റ് പള്ളിയുടെ വാതിൽ ആരുടെ സൃഷ്ടിയാണെന്ന് ചോദിച്ചാൽ ലോറൻസോ ഗിബർട്ടിയാണ്. അദ്ദേഹം വാസ്തുവിദ്യയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. ലോറൻസോ ഗിബർട്ടി ഇറ്റലി. ഫ്ലോറൻസിലെ ബാപ്റ്റിസ്റ്റ് പള്ളിയുടെ വാതിലാണ്. വാസ്തുവിദ്യയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ലോറൻസോ ഗിബർട്ടി. അടുത്തത് ഡൊണാറ്റെലോ, ഇറ്റലി. ഗട്ട മെലീത്ത, ശില്പവിദ്യയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള സൃഷ്ടിയാണ് ഗട്ട മെലീത്ത. ആരാണ് അദ്ദേഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റലിക്കാരനായിട്ടുള്ള ശില്പവിദ്യയിൽ പ്രാഗൽഭ്യം ലഭിച്ച ശില്പിയാണ് ആരെന്ന് പറയുന്നത് ഡൊണാറ്റൈലോ. ഓക്കെ. അടുത്തത് ഫിലിപ്പോ ബ്രുണെല്ലഷി. ഓക്കെ, അപ്പോൾ ഫിലിപ്പോ ബ്രൂനെല്ലഷി എന്ന് പറയുന്നത് ഇറ്റലിക്കാരനാണ്. ഫ്ലോറൻസിലെ കത്തീഡ്രൽ ഓഫ് സാന്റാ മരിയ ഡെൽ ഫിയോറിലെ താഴികക്കുടം, അതാണ് അദ്ദേഹത്തിൻ്റെ വാസ്തുവിദ്യയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഫിലിപ്പോ ബ്രൂണൽഷി ഇറ്റലിക്കാരനാണ്. ഫ്ലോറൻസിലെ കത്തീഡ്രൽ ഓഫ് സാന്താ മരിയ ഡെൽ ഫിയോലിയിലെ താഴികക്കുടമാണ് അദ്ദേഹത്തിൻ്റെ സൃഷ്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കലാകാരന്മാരും അവരുടെ സൃഷ്ടികളും അവർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യം ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ മക്കളെ, പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയാം. മൈക്കലാഞ്ചലോ ഇറ്റലിയാണ്. അന്ത്യവിധി സിസ്റ്റൈൻ ചാപ്പൽ സീലിംഗ്, വിശുദ്ധ അന്തോണീസിന്റെ പീഡനം. ചിത്രകലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മൈക്കലാഞ്ചലോ. ഇനി ലിയനാർഡോ ഡാവിഞ്ചി ഇറ്റലിക്കാരനാണ്. മൊണാലിസ, അവസാനത്തെ അത്താഴം, കന്യാമറിയ, ഇതാണ് അദ്ദേഹത്തിൻ്റെ സൃഷ്ടി എന്ന് പറയുന്നത്. ചിത്രകലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തത് റാഫേലാണ്, ഇറ്റലി. ഏതൻസിലെ വിദ്യാലയം ചിത്രകലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തത് ലോറൻസോ ഗിബർട്ടി, ഫ്ലോറൻസിലെ ബാപ്റ്റിസ്റ്റ് പള്ളിയുടെ വാതിലാണ്, വാസ്തുവിദ്യയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തത് ഡൊണാറ്റൈലോ, ഇറ്റലിയാണ്. ഗട്ട മെലീത്ത, ശില്പവിദ്യയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഫിലിപ്പോ ബ്രൂണൽഷി, അത് ഫ്ലോറൻസിലെ കത്തീഡ്രൽ ഓഫ് സാന്താ മരിയ ഡെൽ ഫിയോയിലെ താഴികക്കുടം, വാസ്തുവിദ്യയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓർത്തു വയ്ക്കുക. 1 മാർക്ക് നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്നും പ്രതീക്ഷിക്കാം. നമുക്ക് അടുത്തൊരു ഹോട്ട് ടോപ്പിക്സിലേക്ക് പോകാം. ഓക്കെ, അടുത്തതാണ് മൂലകങ്ങൾ, പ്രതീകം, ലാറ്റിൻ പേര്. എപ്പോഴും 1 മാർക്ക് ഈ ഒരു ഭാഗത്ത് നിന്നും ചോദിക്കാറുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മൂലകങ്ങൾ, അവയുടെ പ്രതീകം, അതേപോലെ തന്നെ അവയുടെ ലാറ്റിൻ പേര്. ഇതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇരുമ്പ് Fe26 ആണ്. ഫെറമാണ് അതിൻ്റെ ലാറ്റിൻ പേര്. അപ്പോൾ ഇരുമ്പ് Fe26 ഫെറം. ഓക്കെ. സ്വർണം, അത് AU എന്നാണ് അതിൻ്റെ പ്രതീകം. ആറ്റോമിക് നമ്പർ 79 ആണ്. ഔറം അല്ലെങ്കിൽ ഓറം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് സ്വർണം. ലാറ്റിൻ പേര് ഓറം. വെള്ളിയാണെങ്കിൽ AG ആണ്. 47 ആണ് ആറ്റോമിക് നമ്പർ. അർജന്റം എന്നാണ് അതിൻ്റെ ലാറ്റിൻ പേര്. ഓക്കെ. അടുത്തത് ചെമ്പാണ്, CU. കുപ്രം 29 ആണ് ഇതിൻ്റെ ആറ്റോമിക് നമ്പർ. CU എന്നുള്ളതാണ് പ്രതീകം. ആൻറ്റിമണി SB ആണ്. സ്റ്റിബിയം ആണ് ലാറ്റിൻ പേര്. 51 ആണ് ആറ്റോമിക് നമ്പർ SB. മെർക്കുറി HG, മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. 80 ആണ് HG ആറ്റോമിക നമ്പർ. ഹൈഡ്രാർജിയം എന്ന പേരിലാണ് ഇതിൻ്റെ ലാറ്റിൻ പേര്. അടുത്തത് സോഡിയം Na, 11 ആണ് ആറ്റമിക് നമ്പർ. ലാറ്റിൻ പേരാണ് നാട്രിയം. അടുത്തത് ടങ്സ്റ്റൺ ആണ്, W, 74 ആറ്റോമിക് നമ്പർ. വൂൾഫ്രം എന്നതാണ് ലാറ്റിൻ പേര്. ടിന്ന് വെളുത്തിയം, Sn, 50, സ്റ്റാനം എന്നതാണ് ലാറ്റിൻ പേര്. പൊട്ടാസ്യം K ആണ്, 19 ആറ്റോമിക് നമ്പർ. കാലിയം എന്നതാണ് ലാറ്റിൻ പേര്. ലെഡ് കറുത്തിയം Pb, 82, പ്ലംബം എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ പ്രതീകവും ലാറ്റിൻ പേരും മൂലകങ്ങളും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇരുമ്പ് Fe26 ഫെറമാണ്. സ്വർണം AU 79 ഓറം. വെള്ളി AG 47 അർജന്റം.
ചെമ്പ് CU 29 കുപ്രം, ആൻറ്റിമണി SB 51 സ്റ്റിബിയം, മെർക്കുറി HG 80 ഹൈഡ്രാർജിയം, സോഡിയം Na11 നാട്രിയം, ടങ്സ്റ്റൺ W74 വൂൾഫ്രം, ടിന്ന് വെളുത്തിയം SN 50, പൊട്ടാസ്യം K49 കാലിയം, ലെഡ് കറുത്തിയം PB 82 പ്ലംബം എന്നതാണ് ഇതിൻ്റെ ലാറ്റിൻ പേര്. ഒരു മാർക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് അടുത്ത ഹോട്ട് ടോപ്പിക്സിലേക്ക് പോകാം. ഓക്കെ, അടുത്ത് ഇംഗ്ലീഷിലെ നോൺ ഗ്രാമർ സെക്ഷനിൽ എപ്പോഴും ചോദിക്കാറുള്ളതാണ് അനിമൽ മാസ്കുലിൻ ആൻഡ് ഫെമിനിൻ. ഓക്കെ, നമുക്ക് നോക്കാം. ആൻഡ് ഡ്രോൺ ക്യൂൻ ആണ്. ആൻഡ് ഡ്രോൺ ക്യൂൻ. ബിയർ ബോർ സോയാണ്. ബുഫല്ലോ അതേപോലെ തന്നെ ബൈസൺ ബുള്ള് കൗവാണ്. ഓക്കെ, അപ്പോൾ അനിമൽ ബുഫല്ലോ അല്ലെങ്കിൽ ബൈസൺ ബുള്ള് കൗവാണ്. അതിൻ്റെ മാസ്കുലിൻ ബുള്ളും ഫെമിനിൻ കൗവാണ്. ക്യാറ്റ് ആണെങ്കിൽ അതിൻ്റെ മാസ്കുലിൻ ടോമാണ്. അതേപോലെ തന്നെ ഫെമിനിൻ എന്ന് പറയുന്നത് ക്യൂനാന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ക്യാറ്റ്. അപ്പോൾ ക്യാറ്റിൻ്റെ ടോമ് ക്യൂനാണ്. അടുത്തത് ചിക്കനാണ്. ചിക്കൻ്റെ റൂസ്റ്റർ ഹെന്നാണ്. അപ്പോൾ ചിക്കൻ്റെ മാസ്കുലിൻ ഫോം എന്ന് പറയുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ റൂസ്റ്റർ ആണ്. അതേപോലെ തന്നെ ഫെമിനിൻ, അതായത് അതിൻ്റെ സ്ത്രീലിംഗം പുല്ലിംഗം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഹെന്നാണ് അതിൻ്റെ സ്ത്രീലിംഗം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ക്യാമൽ ബുൾ കൗവാണ് ഒട്ടകത്തിൻ്റെ. ക്യാറ്റിൽ ബുൾ കൗവാണ്. ക്രെയിൻ കോക്ക് ഹെന്നാണ്. ഡീറ് സ്റ്റാഗ് ബക്ക് ഹിൻഡോർ ഡോ. ഇനി ഡോഗ് ആണെങ്കിൽ ഡോഗ് ബിച്ചാണ്. ഡോങ്കി ജാക്ക് ജെന്നി. ഡോൾഫിൻ ബുള്ള് കൗവാണ്. അടുത്തത് ഡോവ് കോക്ക് ഹെന്നാണ്. ഡക്ക് ഡ്രേക്ക് ഡക്ക്. ഹോഴ്സ് സ്റ്റാലിൻ മെയറാണ്. എപ്പോഴും ചോദിക്കാറുണ്ട് മാസ്കുലിനും അതേപോലെ തന്നെ ഫെമിനും. അപ്പോൾ ഓരോ അനിമൽ, അതായത് ഓരോ മൃഗവും തരും അതിൻ്റെ പുല്ലിംഗം എന്താണ്, അതേപോലെ തന്നെ സ്ത്രീലിംഗം ഏതാണ് എന്നുള്ളതാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ എപ്പോഴും കൺഫ്യൂസിങ് ആവാറുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിത് എന്ത് ചെയ്യുക, ഒന്നോ രണ്ടോ തവണ വായിക്കുക. അതിനുശേഷം ഇത് എഴുതി തന്നെ പഠിച്ചു പോവുക. തീർച്ചയായിട്ടും ഒരു മാർക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ആൻഡ് ഡ്രോൺ ക്യൂൻ, ബിയർ ബോർ സോ, ബുഫല്ലോ ബൈസൺ ബുള്ള് കൗവ്, ക്യാറ്റ് ടോമ് ക്യൂൻ, ചിക്കൻ റൂസ്റ്റർ ഹെന്ന്, ക്യാമൽ ബുൾ കൗ, ക്യാറ്റിൽ ബുള്ള് കൗവ്, ക്രെയിൻ അതേപോലെ തന്നെ കോക്ക് ഹെന്ന്, ഡീറ് സ്റ്റാഗ് ബക്ക് ഹിൻഡ് ഡോ, ഡോഗ് ബിച്ച്, ഡോങ്കി ജാക്ക് ജെന്നി, ഡോൾഫിൻ ബുള്ള് കൗവ്, ഡോ കൗക്ക് ഹെന്ന്, ഡക്ക് ഡ്രേക്ക് ഡക്ക്, ഹോഴ്സ് സ്റ്റാലിൻ മെയർ. ഓക്കെ, ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ഒരു മാർക്ക് ചോദിക്കാവുന്നതാണ് വിവരാവകാശ നിയമം. കഴിഞ്ഞ എക്സാം നമ്മുടെ ഡിഗ്രി പ്രിലിംസ് സ്റ്റേജ് 2-നും ഇതിൽ നിന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു. അപ്പോൾ പഠിച്ചു വച്ചോ. വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 അങ്ങനെയാണ് ആ ഒരു എക്സാമിന് ചോദിച്ചത്. അത് ലോകസഭയും രാജ്യസഭയും പ്രസിഡന്റും ഇന്ത്യൻ ഗസറ്റിൽ പബ്ലിഷ് ചെയ്തും നിലവിൽ വന്ന എന്നാന്നുള്ളതും പഠിക്കുക. ലോകസഭ പാസ്സാക്കിയത് 2005 മെയ് 11 ലോകസഭ. അപ്പോൾ വിവരാവകാശ നിയമം ലോകസഭ പാസ്സാക്കിയത് 2005 മെയ് 11. രാജ്യസഭ പാസ്സാക്കിയത് 2005 മെയ് 12. പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2005 ജൂൺ 15. ഇന്ത്യൻ ഗസറ്റിൽ പബ്ലിഷ് ചെയ്തത് 2005 ജൂൺ 21. നിലവിൽ വന്ന എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ വിവരാവകാശ നിയമം 2005 ഒക്ടോബർ 12. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. തീർച്ചയായിട്ടും ഈ ഒരു വർഷവും മാസവും അതേപോലെ തന്നെ ദിവസവുമാണ് ഏറ്റവും കൂടുതൽ PSC ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഓർത്തു വെച്ചോ. എന്നാണ് വിവരാവകാശ നിയമം നിലവിൽ വന്നത് എന്നൊരു ചോദ്യം ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം 2005 ഒക്ടോബർ 12. പറഞ്ഞതൊന്നുകൂടി പറയാം. വിവരാവകാശ നിയമം 2005, ലോകസഭ പാസ്സാക്കിയത് 2005 മെയ് 11, രാജ്യസഭ പാസ്സാക്കിയത് 2005 മെയ് 12, പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2005 ജൂൺ 15, ഇന്ത്യൻ ഗസറ്റിൽ പബ്ലിഷ് ചെയ്തത് 2005 ജൂൺ 21. നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചാൽ 2005 ഒക്ടോബർ 12 വിവരാവകാശ നിയമം നിലവിൽ വന്നത്. ഓക്കെ, നമുക്ക് അടുത്തൊരു ഹോട്ട് ടോപ്പിക്സിലേക്ക് പോകാം. ഓക്കെ, അടുത്തതാണ് നമുക്ക് കാറ്റുകളെ കുറിച്ച്. ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് എപ്പോഴും കൺഫ്യൂസിങ് ഉണ്ടാവുന്ന ഒരു ഏരിയ കൂടിയാണ്. എന്നാൽ പെട്ടെന്ന് നമുക്ക് മാർക്കിലേക്ക് എത്താൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു
ഭാഗമാണ് കാറ്റുകൾ. അപ്പോൾ വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ചിനൂക്ക് ഇത് എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് വീശുന്നത് എന്നുള്ളത് ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ നിലവിൽ എന്താണ് ഈ ഒരു ചിനൂക്ക് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്നുള്ളത് ചോദിക്കാറുണ്ട്. ശൈത്യകാലത്ത് ഏറ്റവും കൂടുതൽ ഈ കാറ്റ് വീശുന്നത് കൊണ്ടുണ്ടാകുന്ന നിലവിലത്തെ ഉപയോഗപ്രദമായിട്ടുള്ള കൃഷി വിളവ് അല്ലെങ്കിൽ ഏതാണെന്നുള്ളത് ചോദിക്കാറുണ്ട്. അപ്പോൾ വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റിനെയാണ് ചിനൂക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക്. ഈ കാറ്റിൻ്റെ ഫലമായി റോക്കി പർവ്വതനിരയുടെ കിഴക്കേ ചെരുവിലെ മഞ്ഞുരുകി മാറുന്നതിനാലാണ് ഇവയെ മഞ്ഞുതീനി എന്നർത്ഥം വരുന്ന ചിനൂക്ക് എന്ന പേര് ലഭിച്ചത്. അപ്പോൾ മഞ്ഞുതീനി എന്നറിയപ്പെടുന്ന കാറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് ചിനൂക്ക് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അതിനെ മഞ്ഞുതീനി എന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ എന്താ, ഈ കാറ്റിൻ്റെ ഫലമായി റോക്കി പർവ്വതനിരയുടെ കിഴക്കേ ചെരുവിലെ മഞ്ഞുരുകി മാറുന്ന അവസ്ഥ, അതുകൊണ്ടാണ് ഇതിനെ മഞ്ഞുതീനി അല്ലെങ്കിൽ ചിനൂക്ക് എന്ന പേര് ലഭിച്ചത്. അപ്പോൾ എവിടെ നിന്നാണ് വരുന്നത്? വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റിനെയാണ് ചിനൂക്ക് എന്ന് പറയുന്നത്. ശൈത്യകാലത്തിൻ്റെ കാഠിന്യം കുറയ്ക്കുന്നതിനാൽ കനേഡിയൻ സമതലങ്ങളിലെ ഗോതമ്പ് കൃഷികൾക്ക് ഈ കാറ്റ് ഏറെ ഉപയോഗപ്രദമാണ്. അപ്പോൾ ഇങ്ങനെയും ചോദിക്കാം, ശൈത്യകാലത്തിൻ്റെ കാഠിന്യം കുറയ്ക്കുന്നതിനാൽ കനേഡിയൻ സമതലങ്ങളിലെ ഗോതമ്പ് കൃഷിക്ക് ഏറ്റവും ഉത്തമമായ കാറ്റ് താഴെ പറയുന്നവയിൽ ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം മഞ്ഞുതീനി എന്നർത്ഥം വരുന്ന ചിനൂക്ക് എന്ന് പറയുന്ന കാറ്റാന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ ഒരു ഉഷ്ണ കാറ്റാണ് ഏതെന്ന് പറയുന്നത്, ചിനൂക്ക് എന്ന് പറയുന്നതും ഓർത്തു വയ്ക്കുക. അടുത്തതാണ് ഹർമാറ്റൻ. ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്ന് പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന പ്രാദേശിക വാതകമാണ് ഹർമാറ്റൻ എന്ന് പറയുന്നത്. അപ്പോൾ ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്ന് പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന പ്രാദേശിക വാതകമാണ് ഹർമാറ്റൻ. ഓക്കെ, ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്ന് പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന പ്രാദേശിക വാതകമാണ് ഹർമാറ്റൻ. പൊതുവെ ഈർപ്പം നിറഞ്ഞ അസുഖകരമായ കാലാവസ്ഥ നിലനിൽക്കുന്ന പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് ഈ കാറ്റ് എത്തുന്നതോടെ കാലാവസ്ഥ മെച്ചപ്പെടുന്നതിനാൽ ജനങ്ങൾ ഇവയെ ഡോക്ടർ എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയാം. ഹർമാറ്റൻ എന്ന് പറയുന്നത് ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്ന് പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന പ്രാദേശിക വാതമാണ് ഹർമാറ്റൻ. പ്രാദേശിക വാതമാണ് ഹർമാറ്റൻ. ഓക്കെ, പൊതുവെ ഈർപ്പം നിറഞ്ഞ അസുഖകരമായ കാലാവസ്ഥ നിലനിൽക്കുന്ന പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് ഈ കാറ്റ് എത്തുന്നതോടെ കാലാവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനാൽ ജനങ്ങൾ ഇവയെ ഡോക്ടർ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഡോക്ടർ എന്ന് വിളിക്കുന്ന പ്രാദേശിക വാതകം താഴെ പറയുന്നവയിൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹർമാറ്റൻ ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക മക്കളെ. വെരി വെരി ഇമ്പോർട്ടൻ്റ്, ശ്രദ്ധിക്കുക, ഹർമാറ്റൻ. അപ്പോൾ ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്ന് പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന പ്രാദേശിക വാതകമാണ് ഹർമാറ്റൻ. പ്രാദേശിക വാതകമാണ് ഹർമാറ്റൻ. അപ്പോൾ ഡോക്ടർ എന്ന് വിളിക്കുന്ന പ്രാദേശിക വാതകം താഴെ പറയുന്നവയിൽ ഏതാണെന്ന് ചോദിച്ചാൽ ശ്രദ്ധിക്കുക, ഡോക്ടർ എന്ന് വിളിക്കുന്നത് ഹർമാറ്റൻ ആണ്. ഓക്കെ, അപ്പോൾ ചിനൂക്ക് എന്ന് അല്ലെങ്കിൽ മഞ്ഞുതീനി എന്ന് വിളിക്കുന്ന ഉഷ്ണ കാറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ചിനൂക്കാന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഉഷ്ണക്കാറ്റ്, അതായത് മഞ്ഞുതീനി എന്ന് വിളിക്കുന്ന ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക്. ചിനൂക്ക് അതായത് ശൈത്യത്തിൻ്റെ കാഠിന്യം കുറയ്ക്കുന്നതിനാൽ കനേഡിയൻ സമതലങ്ങളിലെ ഗോതമ്പ് കൃഷിക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാറ്റാണ് ചിനൂക്ക്. ചിനൂക്ക്, മഞ്ഞുതീനി. ഹർമാറ്റൻ, ഡോക്ടർ. ഡോക്ടർ. അടുത്തതാണ് സിറാക്കോ. സിറാക്കോ, സിറോക്കോ. സഹാറ മരുഭൂമിയിൽ നിന്നും മെഡിറ്ററേനിയൻ ഭാഗത്തേക്ക് വീശുന്ന ഉഷ്ണവാതമാണ് സിറോക്കോ. അപ്പോൾ സഹാറ മരുഭൂമിയിൽ നിന്ന് മെഡിറ്ററേനിയൻ ഭാഗത്തേക്ക് വീശുന്ന ഉഷ്ണവാതത്തെയാണ് സിറോക്കോ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അടുത്തതാണ് മിസ്ട്രൽ. ആൽപ്സ് പർവ്വതനിരയിൽ നിന്നും റോൺ താഴ്വരയിലൂടെ മെഡിറ്ററേനിയൻ കടലിലേക്ക് വീശുന്ന ശീതക്കാറ്റിനെയാണ് നമ്മൾ മിസ്ട്രൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആൽപ്സ് പർവ്വതനിരയിൽ നിന്നും റോൺ താഴ്വരയിലൂടെ മെഡിറ്ററേനിയൻ കടലിലേക്ക് വീശുന്ന ശീതക്കാറ്റാണ് എന്തെന്ന് പറയുന്നത്,
മിസ്ട്രൽ എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ അപ്പോൾ മിസ്ട്രൽ ആണ് ആൽപ്സ് പർവ്വതനിരയിൽ നിന്നും റോൺ താഴ്വരയിലൂടെ മെഡിറ്ററേനിയൻ കടലിലേക്ക് വീശുന്ന ശീതക്കാറ്റാണ് മിസ്ട്രൽ. സഹാറ മരുഭൂമിയിൽ നിന്നും മെഡിറ്ററേനിയൻ ഭാഗത്തേക്ക് വീശുന്ന ഉഷ്ണവാതമാണ് സിറോക്കോ. ഡോക്ടർ എന്ന് പറയുന്നത് ഹർമാറ്റൻ ആണ്. മഞ്ഞുതീനി എന്ന് പറയുന്നത് ചിനൂക്ക എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ അടുത്തതാണ് ഫൊൻ. ആൽപ്സ് പർവ്വതനിര കടന്ന് വടക്കൻ താഴ്വാരത്തേക്ക് വീശുന്ന കാറ്റാണ് ഫൊൻ എന്ന് പറയുന്നത്. ഓക്കെ ഒത്തിരി അവിടെ ചോദിച്ചേക്കുന്നതാണ് കേട്ടോ. ആൽപ്സ് പർവ്വതനിര കടന്ന് വടക്കൻ താഴ്വാരത്തേക്ക് വീശുന്ന കാറ്റാണ് ഫൊൻ എന്ന് പറയുന്നത്. ഈ കാറ്റ് താഴ്വാരത്തിലേക്ക് ഇറങ്ങുമ്പോൾ സമ്മർദ്ദം കൊണ്ട് ചൂടാകുന്നതിനാൽ ആ ഭാഗത്തെ അന്തരീക്ഷത്തിലെ തണുപ്പിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ കാരണമാകുന്നു. അപ്പോൾ തണുപ്പിൻ്റെ കാഠിന്യം എന്ത് ചെയ്യുന്നു? കുറയ്ക്കുന്ന ഒരു കാറ്റാണ് ഫൊൻ എന്ന് പറയുന്നത്. ആൽപ്സ് പർവ്വതനിര കടന്ന് വടക്കൻ താഴ്വാരത്തേക്ക് വീശുന്ന കാറ്റാണ് ഫൊൻ. ഓക്കെ ആൽപ്സ് പർവ്വതനിര കടന്ന് വടക്കൻ താഴ്വാരത്തേക്ക് വീശുന്ന കാറ്റാണ് ഫൊൻ. ഈ കാറ്റ് താഴ്വാരത്തേക്ക് ഇറങ്ങുമ്പോൾ സമ്മർദ്ദം കൊണ്ട് ചൂടാകുന്നതിനാൽ ആ ഭാഗത്തെ അന്തരീക്ഷത്തിൻ്റെ തണുപ്പ് കാഠിന്യം കുറയാൻ കാരണമാകുന്നു. അടുത്തതാണ് ലൂ. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലൂ എന്ന് പറയുന്നത്. ഉഷ്ണക്കാലത്ത് രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്നും വീശുന്ന ഈ കാറ്റ് ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ വേനലിൻ്റെ തീക്ഷ്ണത വർദ്ധിക്കാൻ കാരണമാക്കുന്നു. അപ്പോൾ അതാണ് ഏതെന്ന് പറയുന്നത്? ലൂ എന്ന് പറയുന്നത്. അപ്പോൾ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ഏതെന്ന് പറയുന്നത്? ലൂ. ശ്രദ്ധിക്കുക, ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റ് ലൂ ആണ്. ഫൊൻ എന്ന് പറയുന്നത് ആൽപ്സ് പർവ്വതനിര കടന്ന് വടക്കൻ താഴ്വാരത്തേക്ക് വീശുന്ന കാറ്റാണ് ഫൊൻ എന്ന് പറയുന്നത്. മിസ്ട്രൽ എന്ന് പറയുന്നത് ആൽപ്സ് പർവ്വതനിരയിൽ നിന്നും റോൺ താഴ്വരയിലൂടെ മെഡിറ്ററേനിയൻ കടലിലേക്ക് വീശുന്നതാണ് മിസ്ട്രൽ. സിറോക്കോ എന്ന് പറയുന്നത് സഹാറ മരുഭൂമിയിൽ നിന്നും മെഡിറ്ററേനിയൻ ഭാഗത്തേക്ക് വീശുന്ന ഉഷ്ണവാതകമാണ് സിറോക്കോ. ഡോക്ടർ എന്ന് പറയുന്നതാണ് ഹർമാറ്റൻ. ചിനൂക്ക് എന്ന് അല്ലെങ്കിൽ മഞ്ഞുതീനി എന്നർത്ഥം വരുന്നതാണ് ഏതെന്ന് പറയുന്നത്? ചിനൂക്ക് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ ഇനി നമുക്ക് അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ശിലകൾ. എപ്പോഴും ചോദിക്കാറുണ്ട്, 1 മാർക്ക് ശിലകളുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് ജോഗ്രഫിയിൽ ചോദിക്കാറുണ്ട്. അപ്പം നമുക്ക് അടുത്തത് ശിലകളെ കുറിച്ച് പഠിക്കാം. ഓക്കെ അടുത്തതാണ് ശിലകൾ. വ്യത്യസ്ത നിറത്തിലും കാഠിന്യത്തിലുമുള്ള ശിലകൾ കാണപ്പെടുന്നു. ശിലകളിലെ വൈവിധ്യത്തിനുള്ള കാരണം അവയിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളാണ്. ശിലകൾ നിർമ്മിച്ചിരിക്കുന്നത് ഘടകങ്ങളെയാണ് ധാതുക്കൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മിനറൽസ്. സിലിക്ക, അഭ്രം, ഹെമറ്റൈറ്റ്, ബോക്സൈറ്റ് എന്നിങ്ങനെ 2000-ലധികം ധാതുക്കളാണ് ഭൂമിയിലുള്ളത്. ശിലകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരുന്നതിനാലാണ് ശിലാമണ്ഡലത്തിന് ആ പേര് ലഭിച്ചത്. രൂപം കൊള്ളുന്ന പ്രക്രിയയുടെ അടിസ്ഥാനത്തിൽ ശിലകളെ നമുക്ക് 3ആയി തരംതിരിക്കാം. ഓക്കെ അപ്പോൾ രൂപം കൊള്ളുന്ന പ്രക്രിയയുടെ അടിസ്ഥാനത്തിൽ ശിലകളെ നമുക്ക് 3ആയി തരംതിരിക്കാം. ഓക്കെ ഏതൊക്കെയാണത്? ആഗ്നേയ ശിലകൾ അതർവൈസ് നോൺ എസ് ഇഗ്നീഷ്യസ് റോക്സ്. ഓക്കെ ഇഗ്നീഷ്യസ് റോക്സിനെയാണ് ആഗ്നേയ ശിലകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ എന്താണ് ആഗ്നേയ ശിലകൾ അല്ലെങ്കിൽ ഇഗ്നീഷ്യസ് റോക്സ്? ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയരുന്ന ഉരുകിയ ശിലാദ്രവം ഭൗമോപരിതലത്തിൽ വെച്ചോ ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചോ തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന ശിലകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആഗ്നേയ ശിലകൾ എന്ന് പറയുന്നത്. അപ്പോൾ രൂപം കൊള്ളുന്ന പ്രക്രിയയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ശിലകളെ 3ആയി തരംതിരിക്കാം. അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഇഗ്നീഷ്യസ് റോക്സ് അല്ലെങ്കിൽ ആഗ്നേയ ശിലകൾ എന്ന് പറയുന്നത്. മറ്റെല്ലാ ശിലകളും ആഗ്നേയ ശിലകൾക്ക് രൂപമാറ്റം സംഭവിച്ച് രൂപം കൊള്ളുന്നതിനാൽ ഇവയെ പ്രാഥമിക ശിലകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ അപ്പോൾ ഗ്രാനൈറ്റ്, ബസാൾട്ട്, ഗാബ്രോ, ഡോളറൈറ്റ് ഇതൊക്കെ ഏത് ശിലയ്ക്ക് ഉദാഹരണമാണ്? ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണമാണ് ഗ്രാനൈറ്റ്, ബസാൾട്ട്, ഗാബ്രോ, ഡോളറൈറ്റ്. ഓക്കെ അപ്പോൾ ഏതൊക്കെയാണ് ആഗ്നേയ ശിലകൾ അല്ലെങ്കിൽ ഇഗ്നീഷ്യസ് റോക്സിന് ഉദാഹരണം എന്ന് ചോദിച്ചാൽ ഗ്രാനൈറ്റ്, ബസാൾട്ട്, ഗാബ്രോ, ഡോളറൈറ്റ്. രൂപം കൊള്ളുന്ന പ്രദേശമനുസരിച്ച് ആഗ്നേയ ശിലകളെ നമുക്ക് വീണ്ടും 2ആയി തരംതിരിക്കാം. അന്തർവേദ ശിലകൾ അതായത് പ്ലൂട്ടോണിക് റോക്സ്. ഭൂമിയുടെ ഉപരിതലത്തിന് അടിയിലായി മാഗ്മ തണുത്തുണ്ടാകുന്ന ശിലകളെയാണ് അന്തർവേദ ശിലകൾ അതർവൈസ് നോൺ എസ് പ്ലൂട്ടോണിക് റോക്സ് എന്ന് പറയുന്നത്. അടുത്തതാണ് ബാഹ്യജാത ശിലകൾ അതായത് വോൾക്കാനിക് റോക്സ് എന്ന് പറയുന്നത്. അതായത് ഭൂമിയുടെ ഉപരിതലത്തിൽ രൂപം കൊള്ളുന്ന ശിലകളാണ് ബാഹ്യജാത ശിലകൾ അല്ലെങ്കിൽ വോൾക്കാനിക് റോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് ഇഗ്നീഷ്യസ് റോക്സ് അല്ലെങ്കിൽ ആഗ്നേയ ശില എന്ന് ചോദിച്ചാൽ
ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയരുന്ന ഉരുകിയ ശിലാദ്രവം ഭൗമോപരിതലത്തിൽ വച്ചോ ഭൂവൽക്കത്തിനുള്ളിൽ വച്ചോ തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന ശിലകളെയാണ് ആഗ്നേയ ശിലകൾ അല്ലെങ്കിൽ ഇഗ്നീഷ്യസ് റോക്സ് എന്ന് പറയുന്നത്. മറ്റെല്ലാ ശിലകളും ആഗ്നേയ ശിലകൾക്ക് രൂപമാറ്റം സംഭവിച്ച് രൂപം കൊള്ളുന്നതിനാൽ പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് ആഗ്നേയ ശിലകളാണ്. അല്ലെങ്കിൽ മാതൃശില എന്നറിയപ്പെടുന്നത് ഏതാന്ന് ചോദിച്ചാൽ അതും ഏത് തന്നെയാണ്? ഇഗ്നീഷ്യസ് റോക്സ് അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന ആഗ്നേയ ശിലകളാണ്. ഇനി രൂപം കൊള്ളുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആഗ്നേയ ശിലകളെ രണ്ടായിട്ട് തരംതിരിക്കാമെന്ന് പറഞ്ഞു. അന്തർവേദ ശിലകൾ പ്ലൂട്ടോണിക് റോക്സ്, ഭൂമിയുടെ ഉപരിതലത്തിന് അടിയിലായി മാഗ്മ തണുത്തുണ്ടാകുന്ന ശിലകളെയാണ് പ്ലൂട്ടോണിക് റോക്സ് അല്ലെങ്കിൽ അന്തർവേദ ശിലകൾ എന്ന് പറയുന്നത്. ഇനി ബാഹ്യശാത ശിലകൾ അല്ലെങ്കിൽ വോൾക്കാനിക് റോക്സ് എന്ന് പറയുന്നത് ഭൂമിയുടെ ഉപരിതലത്തിൽ രൂപം കൊള്ളുന്ന ശിലകളെയാണ് വോൾക്കാനിക് റോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് അവസാദ ശിലകൾ അല്ലെങ്കിൽ സെഡിമെന്ററി റോക്സ് എന്നാണ് അവസാദ ശിലകളെ വിളിക്കുന്നത്. കാലാന്തരത്തിൽ ശിലകൾ ക്ഷയിച്ച് പൊടിയുന്നു. ഈ അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ പാളികളായി നിക്ഷേപിക്കപ്പെടുകയും പിന്നീട് അവ ഉറച്ച് വിവിധതരം അവസാദ ശിലകളായി മാറുകയും ചെയ്യുന്നു. പാളികളായി രൂപപ്പെടുന്നത് കൊണ്ട് അവസാദ ശിലകൾ അടുക്കുശിലകൾ എന്നാണ് പറയപ്പെടുന്നത്. അതായത് സ്ട്രാക്റ്റിഫൈഡ് റോക്സ് എന്ന് അറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അത് അവസാദ ശിലകൾ അല്ലെങ്കിൽ സെഡിമെന്ററി റോക്സിനെയാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന നമുക്ക് അടുക്കുശിലകൾ എന്ന് പറയാം. ഉദാഹരണം നമ്മൾ നോക്കുകയാണെങ്കിൽ മണൽക്കല്ല്, ചുണ്ണാമ്പുകല്ല്, കൽക്കരി, ചോക്ക്, ഷെയിൽ. അപ്പോൾ ഇതെല്ലാം എന്താണ്? ഈ പറയുന്ന സെഡിമെന്ററി റോക്സ് അല്ലെങ്കിൽ അവസാദ ശിലകൾക്ക് ഉദാഹരണമാണ്. അതായത് കാലാന്തരത്തിൽ ശിലകൾ ക്ഷയിച്ച് പൊടിയുന്നു. ഈ അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ പാളികളായി നിക്ഷേപിക്കപ്പെടുകയും പിന്നീട് അവ ഉറച്ച് വിവിധതരം അവസാദ ശിലകളായി മാറുകയും ചെയ്യുന്നു. ഇതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? സെഡിമെന്ററി റോക്സ് എന്ന് പറയുന്നത്. പാളികളായി രൂപപ്പെടുന്നത് കൊണ്ട് തന്നെ അവസാദ ശിലകൾ അടുക്ക് ശിലകൾ അതായത് സ്ട്രാറ്റിഫൈഡ് റോക്സ് എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, മണൽക്കല്ല്, ചുണ്ണാമ്പുകല്ല്, കൽക്കരി, ചോക്ക്, ഷെല്ല്. ഭൗമോപരിതലത്തിൽ നിന്നും അധികം താഴ്ചയില്ലാത്ത ഭൗമോന്തർഭാഗങ്ങളിൽ ഭൗമോപരിതലത്തിന് താഴെയും പ്ലൂട്ടോണിക് ശിലകൾ രൂപം കൊള്ളുന്നതിന് മുകളിലായും കാണപ്പെടുന്ന ശിലകളാണ് ഹൈപ്പബിസിൽ ശിലകൾ എന്ന് പറയുന്നത്. ഹൈപ്പബസിൽ ശിലകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഭൗമോപരിതലത്തിൽ നിന്നും അധികം താഴ്ചയില്ലാത്ത ഭൗമാന്തർഭാഗങ്ങളിൽ ഭൗമോപരിതലത്തിന് താഴെയായും പ്ലൂട്ടോണിക് ശിലകൾ രൂപം കൊള്ളുന്നതിന് മുകളിലായും കാണപ്പെടുന്ന ശിലകളെയാണ് ഹൈപ്പബിസൽ ശിലകൾ എന്ന് പറയുന്നത്. ഹൈപ്പബിസൽ റോക്സ്, ഹൈപ്പബിസൽ റോക്സ്. ഓക്കെ, അടുത്തതാണ് കായാന്തരിത ശിലകൾ അല്ലെങ്കിൽ മെറ്റഫോറിക് റോക്സ് എന്നാണ് മെറ്റമോർഫിക് റോക്സ്. ഓക്കെ, കായാന്തരിത ശിലകൾ അതർവൈസ് നോൺ എസ് മെറ്റമോർഫിക് റോക്സ്. ഉയർന്ന മർദ്ദം മൂലമോ താപം മൂലമോ ശിലകൾ ഭൗതികമായും രാസപരമായും മാറ്റങ്ങൾക്ക് വിധേയമാകുന്നവയാണ്. അതിനെയാണ് കായാന്തരിത ശിലകൾ എന്ന് പറയുന്നത്. കായാന്തരിത ശിലകളാണ് കേരളത്തിലെ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത്. ഉദാഹരണം മാർബിള്, സ്ലേറ്റ്, ഗ്രാഫൈറ്റ്, അതേപോലെ തന്നെ നൈസ്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള എന്തെന്ന് പറയുന്നത്? കായാന്തരിത ശിലകൾ എന്ന് പറയുന്നത്. ഇനി മെറ്റമോർഫിക്, ഉയർന്ന മർദ്ദം മൂലമോ താപം മൂലമോ ശിലകൾ ഭൗതികമായും രാസപരമായും മാറ്റങ്ങൾക്ക് വിധേയമായാണ് കായാന്തരിത ശിലകൾ രൂപപ്പെടുന്നത്. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏതു തരം ശിലകളാണെന്ന് ചോദിച്ചാൽ അതൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. അത് കായാന്തരിത ശിലകളാണെന്നുള്ളത് അല്ലെങ്കിൽ എന്താണ് മെറ്റമോർഫിക് റോക്സ് ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ വളരെ വ്യക്തമായി എന്ന് കരുതുന്നു. നമ്മൾ 3 പ്രധാനപ്പെട്ട ശിലകളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ശിലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്ത നിറത്തിലും കാഠിന്യത്തിലുമുള്ള ശിലകളാണ് കാണപ്പെടുന്നത്. ശിലകളെ വൈവിധ്യത്തിൻ്റെ കാരണമെന്ന് പറയുന്നത് അവയിൽ അടങ്ങിയിട്ടുള്ള ഘടകങ്ങളാണ്. അതായത് ശിലകൾ നിർമ്മിച്ചിരിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നതിനാണ് മിനറൽസ് അല്ലെങ്കിൽ എന്തെന്ന് പറയുന്നത്? ധാതുക്കൾ എന്ന് പറയുന്നത്. സിലിക്ക, അബ്രം, ഹെമറ്റൈറ്റ്, ബോക്സൈറ്റ് എന്നിങ്ങനെ 2000-ലധികം ധാതുക്കളാണ് ഇന്ന് ഭൂമിയിലുള്ളത്. ശിലകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതിനാലാണ് ശിലാമണ്ഡലത്തിന് ആ പേര് ലഭിച്ചത്. രൂപം കൊള്ളുന്ന പ്രക്രിയയുടെ അടിസ്ഥാനത്തിൽ ശിലകളെ നമുക്ക് എത്രയായി തരംതിരിക്കാം മക്കളെ? 3ആയി തരംതിരിക്കാം. അതിലൊന്നാണ് ആഗ്നേയശില അല്ലെങ്കിൽ ഇഗ്നീഷ്യസ് റോക്സ്. ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയരുന്ന ഉരുകിയ ശിലാദ്രവം ഭൗമോപരിതലത്തിൽ വച്ചോ ഭൂവൽക്കത്തിനുള്ളിൽ വച്ചോ തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന ശിലകളെയാണ് നമ്മൾ ആഗ്നേയശിലകൾ അല്ലെങ്കിൽ ഇഗ്നീഷ്യസ് റോക്സ് എന്ന് പറയുന്നത്. മറ്റെല്ലാ ശിലകളും ആഗ്നേയശിലകൾക്ക് രൂപമാറ്റം സംഭവിച്ച് രൂപം കൊള്ളുന്നതിനാൽ ഇവ പ്രാഥമിക ശിലകൾ അല്ലെങ്കിൽ മദർശില എന്ന് അറിയപ്പെടുന്നു, അല്ലെങ്കിൽ എന്താണ്? മാതൃശില എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, ഇനി
രൂപം കൊള്ളുന്ന പ്രദേശമനുസരിച്ച് ആഗ്നേയശിലകളെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് തരംതിരിക്കാം. പ്ലൂട്ടോണിക് റോക്സ് എന്നും വോൾക്കാനിക് റോക്സ് എന്നും. അവസാദ ശിലകളെയാണ് സെഡിമെൻ്ററി റോക്സ് എന്ന് പറയുന്നത്. കാലാന്തരത്തിൽ ശിലകൾ ക്ഷയിച്ചു പൊടിഞ്ഞുണ്ടാകുന്നതാണ് അവസാദ ശില. ഉദാഹരണം നോക്കുകയാണെങ്കിൽ മണൽക്കല്ല്, ചുണ്ണാമ്പുകല്ല്, കൽക്കരി, ചോക്ക്, ഷെല്ല്. മക്കളെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ഉദാഹരണങ്ങൾ എക്സാമ്പിൾ ഓരോ ശിലകളുടെയും പഠിച്ചു വെക്കണം. കാരണം താഴെ പറയുന്നതിൽ അവസാദ ശിലകളിൽ ഉൾപ്പെട്ടത് ഏതാണ്, അല്ലെങ്കിൽ കായാന്തരിത ശിലകളിൽ ഉൾപ്പെട്ടത് ഏതാണ്, അങ്ങനെയാണ് ചോദ്യം വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് എഴുതാനായിട്ട് പറ്റണം. കായാന്തരിത ശിലകളാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് കായാന്തരിത ശിലകളാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. അതേപോലെ ഉയർന്ന മർദ്ദം മൂലമോ താപം മൂലമോ ശിലകൾക്ക് ഭൗതികമായും രാസപരമായും മാറ്റങ്ങൾക്ക് വിധേയമായവയാണ് കായാന്തരിത ശില എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക്, അതായത് അടുത്ത ഹോട്ട് ടോപ്പിക്സിലേക്ക് പോകാം. ഓക്കെ, PSC എപ്പോഴും ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് കാർഷിക കാലങ്ങൾ, വിളയിറക്കൽ കാലം, വിളവെടുപ്പ് കാലം, അതേപോലെ തന്നെ പ്രധാന വിളകൾ ഏതാണെന്നുള്ളത്. അപ്പോൾ ഖാരിഫ്, റാബി, സൈദ് ഇതാണ് കാർഷിക കാലങ്ങൾ പ്രധാനമായിട്ടുമുള്ളത്. ഏതൊക്കെയാണ്? 3 എണ്ണമാണ്. ഖാരിഫ്, റാബി, സൈദ്. അപ്പോൾ പ്രധാനപ്പെട്ട കാർഷിക കാലങ്ങൾ എത്ര എണ്ണമാണെന്ന് ചോദിച്ചാൽ നമുക്ക് പഠിക്കാനുള്ളത് 3 എണ്ണമാണ്. അതിലൊന്നാമത്തെയാണ് ഖാരിഫ്, രണ്ടാമത്തെയാണ് റാബി, മൂന്നാമത്തെയാണ് സൈദ്. ഇനി ഖാരിഫ് വിളയിറക്കൽ കാലം എന്നാന്ന് ചോദിച്ചാൽ മക്കളെ ശ്രദ്ധിക്കുക, ഇത് ചേരുമ്പടി ചേർക്കാനായിട്ടൊക്കെ ചോദിക്കും. അപ്പോൾ നമുക്കത് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റണം. ഖാരിഫ് ജൂണിലാണ് എന്ത് വിളയിറക്കൽ കാലം എന്ന് പറയുന്നത്. അപ്പോൾ ജൂണിൽ വിളവിറക്കലാണ് ഖാരിഫിൻ്റെ, മൺസൂണിൻ്റെ ആരംഭം. നവംബർ ആദ്യവാരം മൺസൂണിൻ്റെ അവസാനമാണ് എന്ത് ചെയ്യുന്നത്? വിളവെടുപ്പ് നടത്തുന്നത്. അപ്പോൾ ഖാരിഫ് എന്ന് പറയുന്ന കാർഷിക കാലത്തിൻ്റെ വിളവിറക്കൽ കാലം, വിളയിറക്കൽ ജൂണിലും വിളവെടുപ്പ് നവംബറിലുമാണ്. അപ്പോൾ ജൂൺ നവംബർ ആണ് ഖാരിഫ്. ജൂൺ നവംബർ. പ്രധാന വിളകൾ ഖാരിഫ് നമുക്കറിയാം, നെല്ല്, ചോളം, പരുത്തി, തിനവിളകൾ, ചണം, കരിമ്പ്, നിലക്കടല. ഇതൊക്കെയാണ് ഖാരിഫ് വിളകൾ എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഖാരിഫ് വിളയിറക്കൽ ജൂണാണ്, മൺസൂണിൻ്റെ ആരംഭം. നവംബറിലാണ് ആദ്യവാരം വിളവെടുക്കുന്നത്. അപ്പോൾ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ. ഓക്കെ, അപ്പോൾ ജൂൺ അതേപോലെ തന്നെ എന്താണ് നവംബർ. അപ്പോൾ വിളവ് ഇറക്കൽ ജൂണിലാണ് ഖാരിഫിൻ്റെ, വിളയെടുപ്പ് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നവംബറിലാണ്. മൺസൂണിൻ്റെ ആരംഭത്തിൽ എന്ത് ചെയ്യുന്നു? വിളയിറക്കുന്നു. മൺസൂണിൻ്റെ അവസാനം എന്ത് ചെയ്യുന്നു? വിളവെടുക്കുന്നു. പ്രധാന വിളകളാണ് നെല്ല്, ചോളം, പരുത്തി, തിനവിള, ചണം, കരിമ്പ്, നിലക്കടല. അടുത്തത് റാബിയാണ്. നവംബർ മധ്യം, ശൈത്യകാല ആരംഭത്തിൻ്റെ സമയത്താണ് വിളയിറക്കുന്നത് റാബി. വിളവെടുക്കുന്നതോ മാർച്ച്, വേനലിൻ്റെ ആരംഭത്തിലാണ്. ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റാബി ഗോതമ്പ്, പുകയില, കടുക്, പയർവർഗ്ഗങ്ങൾ. അപ്പോൾ റാബിയാണ് ഗോതമ്പ്, പുകയില, കടുക്, പയർവർഗ്ഗങ്ങൾ. ഇനി സൈദാണ് മാർച്ച്, വേനലിൻ്റെ ആരംഭമാണ് വിളയിറക്കുന്നത് സൈദ് വിളകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സൈദ് വിളയിറക്കുന്നത് മാർച്ചിലാണ്, വിളവെടുപ്പ് ജൂണിലാണ്. പ്രധാനപ്പെട്ട വിളകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും. അപ്പോൾ പഴം, പച്ചക്കറി, സൈദ് എന്ന് ഓർത്താൽ മതി. അപ്പോൾ പഴം, പച്ചക്കറി, സൈദ് മാർച്ച്, ജൂൺ. ഓക്കെ, പഴം, പച്ചക്കറി, സൈദ് മാർച്ച്, ജൂൺ എന്ന് ഓർത്താൽ മതി. അപ്പോൾ കാർഷിക കാലങ്ങൾ 3 നമ്മൾ പറഞ്ഞു. ഖാരിഫ്, റാബി, സൈദാണ്. വിളയിറക്കൽ ഖാരിഫിൻ്റെ ജൂണും വിളവെടുപ്പ് നവംബറും. പ്രധാനപ്പെട്ട ഖാരിഫ് വിളകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? നെല്ല്, ചോളം, പരുത്തി, തിനവിള, ചണം, കരിമ്പ്, നിലക്കടലയാണ് ഖാരിഫ്. റാബി ചോദിച്ചാൽ നവംബർ മധ്യം, ശൈത്യകാല ആരംഭം എന്ത് ചെയ്യുന്നു? വിളയിറക്കുന്നു. വിളവെടുപ്പ് മാർച്ച്. ഗോതമ്പ്, പുകയില, കടുക്, പയർവർഗ്ഗങ്ങൾ. സൈദാണെങ്കിൽ മാർച്ച്, ജൂണാണ്. പഴവർഗ്ഗം, പച്ചക്കറി. അത്രയാണ് ഈ ഒരു ഭാഗത്ത് നോക്കാനുള്ളൂ. എപ്പോഴും PSC ചോദിക്കാറുള്ള 1 മാർക്കിൻ്റെ ചോദ്യമാണ് ഈ ഒരു ടേബിൾ എന്ന് പറയുന്നത്. പഠിച്ചു വച്ച ഉറപ്പാണ് 1 മാർക്ക്. നമുക്ക് അടുത്ത് നോക്കാം, നീതി ആയോഗ്. PSC എക്സാമിൽ എക്കണോമിക്സുമായി ബന്ധപ്പെട്ടും ചോദിക്കാറുണ്ട് ഈ പറയുന്ന നീതി ആയോഗ്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വച്ചോ. ആസൂത്രണ കമ്മീഷൻ്റെ പ്രവർത്തനം അവസാനിപ്പിച്ചുകൊണ്ട് നീതി ആയോഗ് നിലവിൽ വന്ന വർഷം എന്നാണെന്ന് ചോദിച്ചാൽ 2015 ജനുവരി 1. എത്ര തവണ PSC ചോദിച്ചു എന്നുള്ളത് അറിയത്തില്ല. അത്രയും തവണ നീതി ആയോഗുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞ LDC എക്സാം എടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോ മാർക്ക് നീതി ആയോഗുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള എക്സാമുകൾക്കും 1 മാർക്ക് നീതി ആയോഗിൻ്റെ CEO ആരാണ്, അതേപോലെ തന്നെ നീതി ആയോഗിൻ്റെ ആസ്ഥാനം എവിടെയാണ്, അത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ PSC ചോദിക്കാറുണ്ട് നീതി ആയോഗിൻ്റെ. അപ്പോൾ പഠിച്ചു വെച്ചോ, 1 മാർക്ക് ഷുവറാണ്. ആസൂത്രണ കമ്മീഷൻ്റെ പ്രവർത്തനം അവസാനിപ്പിച്ചുകൊണ്ട്
നീതി ആയോഗ് നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. നീതി ആയോഗിൻ്റെ പൂർണ്ണ രൂപം എന്താണെന്ന് ചോദിച്ചാൽ മക്കളെ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് എന്നതാണ് നീതി ആയോഗിൻ്റെ പൂർണ്ണ രൂപം. നീതി ആയോഗിൻ്റെ പൂർണ്ണ രൂപമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ്. നീതി ആയോഗിൻ്റെ അധ്യക്ഷനാണ് പ്രധാനമന്ത്രി. നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രി. നീതി ആയോഗിൻ്റെ ആസ്ഥാനം ഡൽഹിയാണ്. നീതി ആയോഗിലെ ഉപാധ്യക്ഷൻ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നിവരെ നിയമിക്കുന്നതും പ്രധാനമന്ത്രി തന്നെ. താൽക്കാലിക അംഗങ്ങളായി നിയമിക്കുന്നത് പ്രധാന സർവകലാശാല ഗവേഷണ സ്ഥാപനങ്ങളിലും ഉള്ളവർ. നീതി ആയോഗിൻ്റെ ഘടന നമ്മൾ നോക്കുകയാണെങ്കിൽ അധ്യക്ഷൻ, എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ, എല്ലാ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ലഫ്റ്റനന്റ് ഗവർണർമാർ എന്നിവരാണ് പ്രധാനപ്പെട്ട നീതി ആയോഗിൻ്റെ ഘടനയിലെ ആളുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നീതി ആയോഗ് എന്നാ നിലവിൽ വന്നത്? 2015 ജനുവരി 1. എന്താണ് ഇതിൻ്റെ പൂർണ്ണരൂപം? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ്. അധ്യക്ഷൻ പ്രധാനമന്ത്രി, ആസ്ഥാനം ഡൽഹിയാണ്. നീതി ആയോഗിലെ ഉപാധ്യക്ഷൻ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നിവരെ നിയമിക്കുന്നതും പ്രധാനമന്ത്രി തന്നെ. താൽക്കാലിക അംഗങ്ങളായി നിയമിക്കുന്നത് പ്രധാന സർവകലാശാലകളിൽ ഗവേഷണ സ്ഥാപനങ്ങളിലുമുള്ളവർ. നീതി ആയോഗിൻ്റെ ഘടന നോക്കുകയാണെങ്കിൽ എന്താണ്? അധ്യക്ഷൻ, എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ, എല്ലാ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ലഫ്റ്റനന്റ് ഗവർണർമാർ. ഇനി എന്താണ് നീതി ആയോഗിൻ്റെ ലക്ഷ്യമെന്ന് ചോദിച്ചാൽ, നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളാണ്: മുൻഗണന നൽകേണ്ട ദേശീയ വികസന ലക്ഷ്യങ്ങളിൽ കേന്ദ്ര സംസ്ഥാനങ്ങളുടെ സജീവ സഹകരണം നിലനിർത്തിക്കൊണ്ട് വികസന ലക്ഷ്യങ്ങളുടെ സാക്ഷാത്കാരം. കഴിഞ്ഞ എക്സാമിന് ചോദിച്ചതാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഓർത്തു വയ്ക്കുക. മുൻഗണന നൽകേണ്ട ദേശീയ വികസന ലക്ഷ്യങ്ങളിൽ കേന്ദ്ര സംസ്ഥാനങ്ങളുടെ സജീവ സഹകരണം നിലനിർത്തിക്കൊണ്ട് വികസന ലക്ഷ്യങ്ങളുടെ സാക്ഷാത്കാരം. കരുത്തുള്ള സംസ്ഥാനങ്ങൾ കരുത്തുള്ള രാജ്യം സൃഷ്ടിക്കുന്നു എന്ന സങ്കല്പത്തോടെ കോഓപ്പറേറ്റീവ് ഫെഡറലിസത്തിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുക. ഗ്രാമീണ തലത്തിൽ ഫലപ്രദമായ വികസന മാർഗരേഖകൾ തയ്യാറാക്കി നടപ്പിലാക്കുകയും അത് ഉയർന്ന തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്യുക. പ്രത്യേകം പരാമർശിക്കപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ വികസന പ്രവർത്തനങ്ങൾ രാജ്യഭദ്രതയ്ക്ക് സഹായകമായ വിധത്തിൽ നടപ്പാക്കുക. സാമ്പത്തിക വികസനങ്ങളുടെ സത്ഫലങ്ങൾ ചെന്നെത്താത്ത സാമൂഹ്യ വിഭാഗങ്ങൾക്കുമേൽ സജീവ ശ്രദ്ധ പതിപ്പിക്കുകയും വികസന സാധ്യതകൾ സൃഷ്ടിക്കുകയും ചെയ്യുക. ദീർഘകാല വികസന തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും കൂറുമാറ്റ രീതിയിൽ നടപ്പിലാക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുക. കുറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കാനും പരിശ്രമിക്കുകയും ചെയ്യുക. അവയുടെ പുരോഗതി നിരീക്ഷിച്ച് അവ നൽകുന്ന അനുഭവ പാഠവങ്ങളിലൂടെ നിർവഹണ ഘട്ടത്തിലെ പിഴവുകൾ തിരുത്തുക. സമാന ചിന്താഗതിയുള്ളവരുടെ ഏകോപനത്തിലൂടെയും സഹകരണത്തിലൂടെയും നയപരമായ മുന്നേറ്റത്തിന് സാഹചര്യമൊരുക്കുക. അന്താരാഷ്ട്ര വിദഗ്ധരുടെ സഹകരണത്തോടെ വ്യാവസായിക ഉന്നമനത്തിന് സാഹചര്യമൊരുക്കുക. വികസന അജണ്ട നടപ്പിലാക്കുമ്പോൾ വിഭാഗങ്ങൾ തമ്മിലും ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലും സംഘർഷമുണ്ടാക്കാതെ ആശയ ഏകീകരണം നടത്തുക. ഇതൊക്കെയാണ് എന്തിൻ്റെ നീതി ആയോഗിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി എന്ന് കരുതുന്നു. എന്നാണ് നിലവിൽ വന്നത്? ആരാണ് അധ്യക്ഷൻ? എവിടെയാണ് ഇതിൻ്റെ ആസ്ഥാനം? അതേപോലെ തന്നെ ഇതിലെ മെമ്പേഴ്സ് ആരൊക്കെയാണ്? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ചോദിക്കാം. അതേപോലെ തന്നെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഇപ്പോഴത്തെ CEO ആരാണ്? ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാണ്? അങ്ങനെയുള്ള ചോദ്യങ്ങൾ കറണ്ട് അഫയേഴ്സിലും നമുക്ക് എന്ത് ചെയ്യാം, ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ നീതി ആയോഗ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്ഡേറ്റ് ചെയ്ത് മാത്രം എന്ത് ചെയ്യുക, നീതി ആയോഗ് പഠിച്ചു പോവുക. ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കാം pH മൂല്യം. കഴിഞ്ഞ ഹോട്ട് ടോപ്പിക്സിൽ നമ്മൾ pH മൂല്യം ഓരോ വസ്തുവിൻ്റെയും നമ്മൾ പറഞ്ഞതാണ്. അതായത് ഈ പറയുന്ന പാലിൻ്റെ pH മൂല്യം എന്താണ്, മൂത്രത്തിൻ്റെ pH മൂല്യം എന്താണ്, ശുദ്ധജലത്തിൻ്റെ pH മൂല്യം എന്താണ്, രക്തത്തിൻ്റെ pH മൂല്യം എന്താണ്, അങ്ങനെയുള്ളത്. അപ്പോൾ എന്താണ് pH മൂല്യം? pHൻ്റെ പൂർണ്ണ രൂപമാണ് പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ. പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എന്നുള്ളതാണ് pHൻ്റെ പൂർണ്ണ രൂപം, പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ. pH മൂല്യം എന്നാൽ ഒരു വസ്തു ആസിഡ് സ്വഭാവമാണോ ആൽക്കലി സ്വഭാവമാണോ എന്ന് നിർണ്ണയിക്കുന്ന മൂല്യമാണ് എന്തെന്ന് പറയുന്നത്, പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അപ്പോൾ pH മൂല്യം എന്നാൽ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വസ്തു ആൽക്കലി ആണോ അല്ലെങ്കിൽ ആസിഡ് ആണോ എന്ന് നിർണ്ണയിക്കുന്ന മൂല്യമാണ് പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ അല്ലെങ്കിൽ pH മൂല്യം എന്ന് പറയുന്നത്. pH മൂല്യം 7ന് മുകളിലാണെങ്കിൽ ആൽക്കലി സ്വഭാവവും pH മൂല്യം 7ന് താഴെയാണെങ്കിൽ ആസിഡ് സ്വഭാവവും ആയിരിക്കും. അപ്പോൾ pH മൂല്യം എന്ന് പറയുന്നത്
7ന് മുകളിലാണെങ്കിൽ അതൊക്കെ എന്താണ്? ആൽക്കലി സ്വഭാവമുള്ള സാധനങ്ങളായിരിക്കും 7ന് മുകളിലേക്കാണെങ്കിൽ. എന്നാൽ 7ന് താഴെ വരുന്നതാണെങ്കിലോ അതിനൊക്കെ ആസിഡ് സ്വഭാവമായിരിക്കും എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഒരു വസ്തു ആസിഡ് ആണോ ആൽക്കലി ആണോ എന്ന് പരിശോധിച്ചറിയുന്നതിനുള്ള ഉപകരണമാണ് എന്തെന്ന് പറയുന്നത്? pH സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വസ്തു ആസിഡ് ആണോ ആൽക്കലി ആണോ എന്ന് പരിശോധിച്ച് അറിയുന്നതിനുള്ള ഉപകരണമാണ് എന്തെന്ന് പറയുന്നത്? pH സ്കെയിൽ. pH സ്കെയിലിൻ്റെ ഫുൾ ഫോം ആണ് പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ. pH സ്കെയിൽ കണ്ടെത്തിയത് ആരാണെന്ന് ഒരിക്കൽ PSC ചോദിച്ചു. അതിൻ്റെ ഉത്തരം സൊറൻസൺ ആണ്. pH സ്കെയിൽ കണ്ടെത്തിയത് സൊറൻസൺ ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. pH സ്കെയിൽ കണ്ടെത്തിയത് സൊറൻസൺ ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. pHൻ്റെ പൂർണ്ണരൂപം പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എന്നാണ്. pH മൂല്യം എന്നാൽ ഒരു വസ്തു ആസിഡ് സ്വഭാവമാണോ ആൽക്കലി സ്വഭാവമാണോ എന്ന് നിർണ്ണയിക്കുന്ന മൂല്യമാണ്. pH മൂല്യം 7ന് മുകളിലാണെങ്കിൽ ആൽക്കലി സ്വഭാവവും pH മൂല്യം 7ന് താഴെയാണെങ്കിൽ ആസിഡ് സ്വഭാവമാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഒരു വസ്തു ആസിഡ് ആണോ ആൽക്കലി ആണോ എന്ന് പരിശോധിച്ചറിയുന്നതിന് ഉപകരണമാണ് pH സ്കെയിൽ. ഇത് കണ്ടുപിടിച്ച ആരാന്ന് ചോദിച്ചാൽ അത് സൊറൻസൺ ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, അടുത്ത ഹോട്ട് ടോപ്പിക്സിലെ അടുത്തൊരു ടോപ്പിക്കാണ് UN സെക്രട്ടറി ജനറൽമാർ. ചോദിക്കാറുണ്ട് PSC, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നിലവിൽ 9 സെക്രട്ടറി ജനറൽമാരാണ് ഉള്ളത്. അവസാനം അന്റോണിയോ ഗുട്ടറസ് പോർച്ചുഗൽക്കാരനാണ്. ആദ്യത്തെ വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ UN സെക്രട്ടറി ജനറലിലെ ആദ്യത്തെ വ്യക്തിയാണ് ട്രിഗ്വേലി, നോർവേക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 46 to 1952 ആണ് ട്രിഗ്വേലി. അപ്പോൾ UN സെക്രട്ടറി ജനറലിലെ ആദ്യത്തെ വ്യക്തി അല്ലെങ്കിൽ ആദ്യത്തെ സെക്രട്ടറി ജനറൽ UNൻ്റെ ആരാന്ന് ചോദിച്ചാൽ അത് ട്രിഗ്വേലിയാണ്, നോർവേക്കാരനാണ്. ചോദിച്ചിട്ടുണ്ട് UN സെക്രട്ടറി ജനറൽ ആദ്യത്തെ പ്രഥമ UN സെക്രട്ടറി ജനറൽ താഴെ പറയുന്നവയിൽ ആരാന്ന് ചോദിച്ചാൽ അത് ട്രിഗ്വേലിയാണ്. ട്രിഗ്വേലി ഏത് രാജ്യക്കാരനാണ്? നോർവേക്കാരനാണ്. രണ്ടാമത്തെ വ്യക്തിയാണ് ഡാഗ് ഹാമർഷോൾഡ്, സ്വീഡൻകാരനാണ്. ഡാഗ് ഹാമർഷോൾഡ് സ്വീഡൻകാരനാണ്. 1953 to 61 ഡാഗ് ഹാമർഷോൾഡിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. അടുത്തതാണ് യൂത്താണ്ട്, മ്യാൻമാറുകാരനാണ്. 61 to 71 ആയിരുന്നു യൂത്താണ്ട്. നാലാമത്തെയാണ് കുർട്ട് വാൾഡ് ഹൈം. കുർട്ട് വാൾഡ് ഹൈം ഓസ്ട്രിയക്കാരനാണ്. 72 to 81 ആയിരുന്നു കുർട്ട് വാൾഡ് ഹൈമിൻ്റെ. അടുത്തതാണ് ജാവിയർ പെരേസ് ഡി ക്വയർ, അതായത് പെറുക്കാരനാണ്. 82 to 91 ജാവിയർ പെരേസ് ഡി ക്വയർ. അടുത്തത് ബൂഡ്രോസ് കാലിയാണ്, ഈജിപ്തുകാരനാണ്. 1992 to 96 ബൂഡ്രോസ് കാലി ഈജിപ്തുകാരനാന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ ബൂഡ്രോസ് കാലി ഏത് രാജ്യക്കാരനാ? ഈജിപ്തുകാരനാ. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 92 to 96 ആറാമത്തെ UN സെക്രട്ടറി ജനറലാണ് ബൂഡ്രോസ് കാലി. അടുത്ത ഏഴാമത്തെ വ്യക്തിയാണ് കോഫി അന്നൻ, ഖാനയാണ്. 97 to 2006 കോഫി അന്നൻ. അടുത്തതാണ് ബാൻ കി മൂൺ, സൗത്ത് കൊറിയ. 2007 to 2016 ബാൻ കി മൂൺ. അപ്പോൾ UN സെക്രട്ടറി ജനറൽക്കാരനായിട്ടുള്ള സൗത്ത് കൊറിയക്കാരൻ താഴെ പറയുന്നവർ ആരാന്ന് ചോദിച്ചാൽ അത് ബാൻ കി മൂൺ ആണ്. അല്ലെങ്കിൽ 8ാമത്തെ UN സെക്രട്ടറി ജനറൽ ആരാന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ആരാണ്? ബാൻ കി മൂൺ ആണ്. ബാൻ കി മൂൺ ആണ് എത്രാമത്തെ? 8ാമത്തെ. ഏറ്റവും അവസാനത്തെ അന്റോണിയോ ഗുട്ടറസ് ഏത് രാജ്യക്കാരനാ? പോർച്ചുഗൽക്കാരൻ. ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു, മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. അന്റോണിയോ ഗുട്ടറസ് ഏത് രാജ്യക്കാരനാ? പോർച്ചുഗലുകാരനാണ്. എത്രാമത്തെ വ്യക്തിയാ? 9ാമത്തെ വ്യക്തി. UN സെക്രട്ടറി ജനറൽ ആകുന്ന എത്രാമത്തെ വ്യക്തിയാണ് അന്റോണിയോ ഗുട്ടറസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 9ാമത്തെ വ്യക്തി പോർച്ചുഗലുകാരനാണ് അന്റോണിയോ ഗുട്ടറസ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. 2017 അദ്ദേഹം എന്ത് ചെയ്യുന്നത്? സ്ഥാനാരോഹനാകുന്നത്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വച്ചോ, വെരി വെരി ഇമ്പോർട്ടൻ്റ്. ഓക്കെ, അടുത്ത നമുക്ക് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ഒരു ഹോട്ട് ടോപ്പിക്സ് ആണ്. IT ആക്ട് 2000 IT ആക്ട് ഭേദഗതി 2008 സൂചിപ്പിച്ചിട്ടുള്ള ചില സാധാരണ കുറ്റങ്ങളും അവയുടെ ശിക്ഷകളും. കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസ് സ്റ്റേജ് 2 ഈ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അതായത് ഭാഗം 67 ഇലക്ട്രോണിക് രീതിയിൽ അശ്ലീലം പ്രചരിപ്പിക്കൽ. 3 വർഷം വരെ തടവും 5 ലക്ഷം രൂപ വരെ പിഴയും. കുറ്റം ആവർത്തിച്ചാൽ 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ പിഴയുമാണ് ഏത് ഈ പറയുന്ന ഭാഗം 67 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഭാഗം ഏതാന്നുള്ളതും കുറ്റം ഏതാന്നുള്ളതും അതിൻ്റെ ശിക്ഷ എത്ര വർഷമാണെന്നുള്ളതും അതേപോലെ തന്നെ എത്ര രൂപയാണ് പിഴ എന്നുള്ളതുമാണ് ഇതിൻ്റെ നമ്മൾ പഠിക്കുന്നത്. ഭാഗം 65 കമ്പ്യൂട്ടറിൻ്റെ സോഴ്സ് കോഡിൽ നാശം വരുത്തുക. അപ്പോൾ ഭാഗം 65 കമ്പ്യൂട്ടറിൻ്റെ സോഴ്സ് കോഡിൽ നാശം വരുത്തുക. 2 ലക്ഷം രൂപ വരെ പിഴയോ 3 വർഷം വരെ തടവോ രണ്ടും കൂടിയോ ലഭിക്കാവുന്നതാണ്. അടുത്തത് ഭാഗം 66 കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട കുറ്റങ്ങളാണ് ഭാഗം 66.
5 ലക്ഷം രൂപ വരെ പിഴയോ 3 വർഷം വരെ തടവോ രണ്ടും കൂടിയോ ലഭിക്കാവുന്നതാണ്. 66B ആണ് മോഷ്ടിച്ച കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ആശയവിനിമയ സംവിധാനം ഇവ വാങ്ങുക. 1 ലക്ഷം രൂപ വരെ പിഴയോ 3 വർഷം വരെ തടവോ രണ്ടും കൂടിയതോ ലഭിക്കാവുന്നതാണ്. അടുത്തതാണ് 66C. ഐഡന്റിറ്റി മോഷണം നടത്തുക എന്നുള്ളതാണ് ഈ പറയുന്ന 66C. 1 ലക്ഷം രൂപ വരെ പിഴയും 3 വർഷം വരെ തടവും ലഭിക്കാവുന്നതാണ് 66C. അടുത്തത് 66D ആണ്. കമ്പ്യൂട്ടർ വിഭവങ്ങൾ ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തി വഞ്ചിക്കുക, അതാണ് 66D. 1 ലക്ഷം രൂപ പിഴയും 3 വർഷം വരെ തടവും ലഭിക്കാവുന്നതാണ്. 66E ആണ് സ്വകാര്യത ലംഘനം. 2 ലക്ഷം രൂപ വരെ പിഴയോ 3 വർഷം വരെ തടവോ രണ്ടും കൂടിയും ലഭിക്കാവുന്നതാണ്. 66F ആണ് സൈബർ ഭീകരത. ജീവപര്യന്തം തടവാണ് 66Fുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടുന്ന ശിക്ഷ. 67 ആണ് ഇലക്ട്രോണിക് രീതിയിൽ, കഴിഞ്ഞ ദിവസം ചോദിച്ചതാണ്, ഇലക്ട്രോണിക് രീതിയിൽ അശ്ലീലം പ്രചരിപ്പിക്കൽ. 3 വർഷം വരെ തടവും 5 ലക്ഷം രൂപ വരെ പിഴയും. കുറ്റം ആവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാവുന്നതാണ്. 67A ആണ് ഇലക്ട്രോണിക് രീതിയിൽ ലൈംഗിക അതിക്രമം പ്രചരിപ്പിക്കൽ. 10 വർഷം വരെ പിഴയും 5 വർഷം വരെ തടവും. കുറ്റം ആവർത്തിച്ചാൽ 10 ലക്ഷം രൂപ വരെ പിഴയും 7 വർഷം വരെ തടവും ലഭിക്കാവുന്നതാണ്. 67B ആണ് ഇലക്ട്രോണിക് രീതിയിൽ കുട്ടികൾക്കെതിരെ ലൈംഗിക അതിക്രമം പ്രചരിപ്പിക്കൽ. 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയും. കുറ്റം ആവർത്തിച്ചാൽ 7 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഭാഗങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചു വെച്ചോ. 65, 66, 66B, 66C, 66D, 66E, 66F, 67, 67A, 67B. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഉറപ്പായും ഇനിയുള്ള പരീക്ഷകളിലും ഇതിലെ കുറ്റങ്ങൾ ചോദിക്കാം, അല്ലെങ്കിൽ ശിക്ഷാ നടപടികളുമായി ബന്ധപ്പെട്ടും ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു ഭാഗത്തേക്ക് പോകാം. ഓക്കെ, അടുത്തതാണ് കൃതികൾ, എഴുത്തുകാർ, അവർ ഏതു ഭാഷയിലെ എഴുത്തുകാരാന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കൃതി ഗോര ഗീതാഞ്ജലി, രവീന്ദ്രനാഥ ടാഗോറാണ്. ഏത് ഭാഷയിലെ എഴുത്തുകാരനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബംഗാളി എഴുത്തുകാരനാണ് രവീന്ദ്രനാഥ ടാഗോർ. ഗോര ഗീതാഞ്ജലി ചോദിക്കാറുണ്ട്. താഴെ പറയുന്നവയിൽ ഗോര എന്ന് പറയുന്ന കൃതി ആരുടെയാണെന്ന് ചോദിച്ചാൽ അത് രവീന്ദ്രനാഥ ടാഗോറിൻ്റെയാണ് ഗോര ഗീതാഞ്ജലി. സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ. പ്രേംചന്ദാണ്, ഹിന്ദി സാഹിത്യകാരനാണ് പ്രേംചന്ദ്. ധൻപത് റായി എന്നൊക്കെ അറിയപ്പെടുന്നത് പ്രേംചന്ദാണ്. അപ്പോൾ സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ, ഇത് പ്രേംചന്ദാണ്. ഓക്കെ, അടുത്തത് പാഞ്ചാലി ശപഥം, കളിപ്പാട്ട്, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട്. സുബ്രഹ്മണ്യ ഭാരതി, തമിഴ് സാഹിത്യകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരനാണ് സുബ്രഹ്മണ്യ ഭാരതി. അതായത് ആന ചവിട്ടിക്കൊന്ന തമിഴ് സാഹിത്യകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരൻ ആരാന്ന് ചോദിച്ചാൽ സുബ്രഹ്മണ്യ ഭാരതിയാണ്. ഓടി വിളയാട് പാപ്പ എന്നുള്ളത് ആരുടെ സൃഷ്ടിയാണെന്ന് ചോദിച്ചാൽ സുബ്രഹ്മണ്യ ഭാരതിയാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഹയാത്ത് ഇ സാദി, ഹയാത്ത് ഇ ജാവീദ്, അൽത്താഫ് ഹുസൈൻ ഹാലിയാണ്. ഉറുദു എഴുത്തുകാരനാണ് അൽത്താഫ് ഹുസൈൻ ഹാലി. നിബന്ധമാല വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ. ഓക്കെ, അപ്പോൾ നിബന്ധമാല വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ, മറാത്തി എഴുത്തുകാരനാണ് വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ. എൻ്റെ ഗുരുനാഥൻ ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ, വള്ളത്തോൾ നാരായണ മേനോൻ. മലയാളം എഴുത്തുകാരനാണ് വള്ളത്തോൾ നാരായണ മേനോൻ. ചോദിച്ചിട്ടുണ്ട്, എൻ്റെ ഗുരുനാഥൻ ചോദിച്ചിട്ടുണ്ട്, ബാപ്പുജി ചോദിച്ചിട്ടുണ്ട്, ഇന്ത്യയുടെ കരച്ചിൽ ഇമ്പോർട്ടൻ്റ് ആണ് വള്ളത്തോൾ നാരായണ മേനോൻ. അപ്പോൾ നമുക്കൊന്നുകൂടി പറയാം. ഗോര ഗീതാഞ്ജലി കൃതികളാണ് രവീന്ദ്രനാഥ ടാഗോർ, ബംഗാളി എഴുത്തുകാരൻ. സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ, പ്രേംചന്ദ്, ഹിന്ദി എഴുത്തുകാരൻ. പാഞ്ചാലി ശപഥം, കിളിപ്പാട്ട്, കണ്ണൻപാട്ട്, കുയിൽപ്പാട്ട്, സുബ്രഹ്മണ്യ ഭാരതി, തമിഴ്. ഹയാത്തി സാദി, ഹയാത്തി ജാവീദ്, അൽത്താഫ് ഹുസൈൻ ഹാലി, ഉറുദു. നിബന്ധമാല വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ, മറാത്തി. എൻ്റെ ഗുരുനാഥൻ ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ, വള്ളത്തോൾ നാരായണ മേനോൻ, മലയാളം. ഓക്കെ, അപ്പോൾ ഇത്രയും എന്ത് ചെയ്യുക, കൃതികളും എഴുത്തുകാരും അതേപോലെ തന്നെ അവർ ഏതു ഭാഷയിലെ എഴുത്തുകാരനാണെന്നുള്ളത് കൂടി പഠിച്ചു വയ്ക്കുക. തീർച്ചയായിട്ടും ഒരു മാർക്ക് നമുക്കിതിൻ്റെ നിന്നും ലഭിക്കാവുന്നതാണ്. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് സ്പെൽ ചെക്കാണ് ഇംഗ്ലീഷിലെ. ഉറപ്പായും ഒരു മാർക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എല്ലാ ദിവസവും ഒരു 10ഓ 15ഓ സ്പെൽ ചെക്ക്, അതായത് നമ്മൾ എഴുതി തന്നെ പഠിച്ചു പോവുക. അപ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ നമ്മൾ നിലവിൽ ഈ പറയുന്ന സ്പെൽ ചെക്കിൽ നമ്മൾ
സെറ്റാണോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചേക്കണ കുറച്ച് ചോദ്യങ്ങൾ പറയാം. ഡെലിഗേറ്റ്, DELEGATE ആണ് ഡെലിഗേറ്റ്. അടുത്തത് ബെനഫാക്ടർ, BENEFACTOR ആണ് ബെനഫാക്ടർ. അടുത്തത് ക്രൂസിഫിക്കേഷൻ, CRUCIFIXION ആണ് ക്രൂസിഫിക്കേഷൻ, ക്രൂസിഫിഷൻ. ഓക്കെ, അടുത്തത് എറ്റിക്വിറ്റ്, അതായത് ETIQUETTE ആണ്. അടുത്തത് എൻട്രപ്രനർ, ENTREPRENEUR. അടുത്തത് സിമിലി, FACSIMILE. അടുത്തത് ഫോർഫിറ്റ്, FORFEIT. അടുത്തത് ഗെയ്റ്റി, GAIETY. അടുത്തത് ഗൈനക്കോളജി, അപ്പോൾ GYNAECOLOGY ആണ് ഗൈനക്കോളജി. അടുത്തത് ഗ്രീവിയസ്, അതായത് GRIEVOUS. അടുത്തത് ഹെമറേജ്, HAEMORRHAGE. അടുത്തത് ഹെട്രോജീനിയസ്, HETEROGENEOUS. ഹെറിഡിറ്ററി, HEREDITARY. ഹൈറാർക്കി, HIERARCHY. അടുത്തത് ഇറ്റിനറി, ITINERARY. അടുത്തത് ഇൻസിഡറി, INCENDIARY. അപ്പോൾ ഇത് എഴുതി തന്നെ പഠിക്കുകയായിരിക്കും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓരോ ദിവസവും 10 എണ്ണം വെച്ച് പഠിച്ചു പോയി കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എല്ലാം കംപ്ലീറ്റ് ആവും. നമ്മുടെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് വേണ്ട ഫുൾ നോൺ ഗ്രാമർ സെഷൻസ് ഇംഗ്ലീഷിൽ അവിടെ സെറ്റായിരിക്കും. ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് വേൾഡ് ഹിസ്റ്ററിയിലാണ് നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ടോപ്പിക്ക്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങളിൽ പഠിക്കാനുള്ളത് റഷ്യൻ വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം, അതേപോലെ അമേരിക്കൻ വിപ്ലവം, അതേപോലെ തന്നെ ചൈനീസ് വിപ്ലവമാണ്. അപ്പോൾ ഇത് ഉറപ്പായും പഠിച്ചു വയ്ക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓടിച്ചൊന്ന് പറയാം. ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നമ്മുടെ ചാനലിൽ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ ആവശ്യത്തിന് ഉള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നുള്ളൂ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതിനേക്കാൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ് ഇതിൻ്റെ അകത്ത് ഓരോന്നിനെക്കുറിച്ചും, റഷ്യൻ വിപ്ലവമാണെങ്കിലും, അതേപോലെ തന്നെ ഫ്രഞ്ച് വിപ്ലവമാണെങ്കിലും, അമേരിക്കൻ വിപ്ലവമാണെങ്കിലും, ചൈനീസ് വിപ്ലവമാണെങ്കിലും, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, അങ്ങനെ 5 ലോകത്തെ സ്വാധീനിച്ച വിപ്ലവത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലേക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, ഓടിച്ചൊന്ന് ജസ്റ്റ് ഇതൊന്ന് പറയാം. റഷ്യൻ വിപ്ലവം, 1-ാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ റഷ്യയിൽ നടന്ന വിപ്ലവങ്ങളുടെ പരമ്പരയാണ് റഷ്യൻ വിപ്ലവം. നമ്മൾ പറഞ്ഞു സോഷ്യലിസം എന്ന ആശയം ലോകത്തിന് സമ്മാനിച്ച വിപ്ലവം ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും ഏത് തന്നെയാണ്? റഷ്യൻ വിപ്ലവം തന്നെയാണ്. 1917 റഷ്യൻ വിപ്ലവം നടക്കുന്നത്. 20-ാം നൂറ്റാണ്ടിലാണ് റഷ്യൻ വിപ്ലവം അരങ്ങേറുന്നത്. അന്ന് റഷ്യ ഭരിച്ചിരുന്ന ചക്രവർത്തിമാർ അറിയപ്പെട്ടിരുന്നതാണ് സർ ചക്രവർത്തിമാരെന്നറിയപ്പെടുന്നത്. അതേപോലെ തന്നെ അന്ന് റഷ്യ ഭരിച്ചിരുന്നത് ഏത് രാജാവ് അല്ലെങ്കിൽ ഏത് ചക്രവർത്തിയാണെന്ന് ചോദിച്ചാൽ അത് നിക്കോളാസ് രണ്ടാമനായിരുന്നു എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. നിക്കോളാസ് രണ്ടാമൻ്റെ കുത്തഴിഞ്ഞ ഭരണത്തെ അന്നാട്ടിലെ ജനങ്ങൾ എതിർത്തു. അത് പിന്നീട് എന്തിലേക്ക് വഴിവെച്ചു? വിപ്ലവത്തിലേക്ക് മാറി എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. അതിനിടയിൽ നമുക്ക് ഈ പറയുന്ന ലെനിനെ പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടിയെക്കുറിച്ച് പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ ബ്ലഡി സൺഡേ എന്താണെന്നുള്ളതും, ഒക്ടോബർ വിപ്ലവവും ഫെബ്രുവരി വിപ്ലവവും ഇതെല്ലാം ഏതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ബ്ലഡി സൺഡേ, ഫെബ്രുവരി വിപ്ലവം, ഒക്ടോബർ വിപ്ലവം, ഇടങ്കോരിടൽ നയം എന്നൊക്കെ അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ എന്താണ് ലോകത്തിന് പഞ്ചവത്സര പദ്ധതികൾ സമ്മാനിച്ചത്, ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ടാണ്. ഓർത്തു വച്ചേക്കുക, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ഫ്രഞ്ച് വിപ്ലവം. സ്വേച്ഛാധിപത്യ രാജപക്ഷയ്ക്കും ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കുമെതിരെ 1789 ഫ്രാൻസിൽ നടന്ന വിപ്ലവമായിരുന്നു ഫ്രഞ്ച് വിപ്ലവം. അതായത് 17-ാം നൂറ്റാണ്ടിൽ നടന്ന വിപ്ലവങ്ങളാണ് ഫ്രഞ്ച് വിപ്ലവം എന്ന് അറിയപ്പെടുന്നത്. പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊന്നാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, ബാസിൽ ജയിലാക്രമണം, ഭീകരവാഴ്ച, സെപ്റ്റംബർ കൂട്ടക്കൊല. ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ക്ലാസ് വേണമെന്ന് താല്പര്യമുള്ളവർ നമ്മുടെ നിലവിലെ ക്ലാസ്സുകൾ എടുത്ത് നോക്കിയാൽ മതി. അതിൻ്റെ അകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഫ്രഞ്ച് വിപ്ലവം നമ്മുടെ കിടക്കുന്നുണ്ട്. അടുത്താണ് അമേരിക്കൻ വിപ്ലവം. മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ സഹായത്തോടെ അമേരിക്കൻ കോളനികൾ കച്ചവടക്കാർ നടപ്പിലാക്കിയ വാണിജ്യ നയങ്ങൾ കോളനി നിവാസികൾക്കിടയിൽ ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം ഉണ്ടാക്കുകയും അതൊരു വലിയ വിപ്ലവത്തിലേക്ക് നയിക്കുകയും ചെയ്തതിനെയാണ് അമേരിക്കൻ വിപ്ലവം എന്ന് പറയുന്നത്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളായിരുന്നു മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ. ചോദിക്കാം ഇനിയും താഴെ പറയുന്നവയിൽ
മെർക്കലിൻഡിസ്റ്റ് നയങ്ങൾ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ടാണ്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഏതാണ് എന്ന് ചോദിച്ചാൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ്. ബോസ്റ്റൺ ടീ പാർട്ടി, ഒലീവ് ബ്രാഞ്ച് പെറ്റീഷൻ, കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനം, പാരീസ് ഉടമ്പടി, ഇതെല്ലാം ഏതുമാണ്? അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. അടുത്തതാണ് ചൈനീസ് വിപ്ലവം. 1911 ഒക്ടോബറിൽ ഡോക്ടർ സൻ യാസെന്നിന്റെ നേതൃത്വത്തിൽ തെക്കൻ ചൈനയിലെ ഒരു കൂട്ടം വിപ്ലവകാരികൾ മഞ്ചു രാജവംശത്തിനെതിരായി വിജയകരമായി കലാപം നയിക്കുകയും റിപ്പബ്ലിക് ഓഫ് ചൈന സ്ഥാപിക്കുകയും ചെയ്തു. ഇതിനെ ചൈനീസ് വിപ്ലവം എന്നാണ് അറിയപ്പെടുന്നത്. ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രധാന സംഭവങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മക്കളെ, കറുപ്പ് വ്യാപാരം വെരി വെരി ഇമ്പോർട്ടൻ്റ്. തുറന്ന വാതിൽ നയം, ബോക്സർ കലാപം, ലോങ് മാർച്ച്. ഓക്കെ, അപ്പോൾ ഇത്രയും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. അപ്പോൾ ഇത്രയും ഹോട്ട് ടോപ്പിക്സിൽ നമ്മളൊരു 25 ഹോട്ട് ടോപ്പിക്സ് ആണ് ഇന്ന് നമ്മൾ പഠിച്ചത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഓരോന്നിനെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. ഒരു ബേസ് ലെവലായിട്ട് നിങ്ങൾക്ക് ഏതൊരു എക്സാം എടുത്ത് നോക്കുമ്പോഴും അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ബേസ് ലെവൽ GK ചോദ്യങ്ങളും അതേപോലെ തന്നെ നോൺ ഗ്രാമർ ഭാഗത്ത് നിന്നല്ലാതെ ചോദിക്കുന്ന ഇംഗ്ലീഷ്, മലയാളത്തിൻ്റെ മുഴുവൻ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിലൂടെ എഴുതാനായിട്ട് പറ്റും. ഇത് നിങ്ങൾക്ക് 10th മുതൽ ഡിഗ്രി ലെവൽ വരെയുള്ള എക്സാമുകൾക്ക് യൂസ്ഫുൾ ആവുന്ന തരത്തിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. 2021 മുതൽ 2025 വരെ ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളെല്ലാത്തിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷനിൽ വന്നിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ചാനലിൽ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. ക്ലാസ് മൊത്തമായി കാണുക, അതിനുശേഷം ഇതിൻ്റെ PDF നോട്ട് വായിക്കുക. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുന്നൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 2025 നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നമായിട്ടുള്ള ഒരു സർക്കാർ ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള നല്ലൊരു ലിസ്റ്റിൽ നിങ്ങൾ എത്തിപ്പെടുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്നാൽ കഴിയുന്ന മാക്സിമം സപ്പോർട്ടും നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതുമായിരിക്കും. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നന്നായിട്ട് റിവിഷൻ ചെയ്യുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, നമ്മൾ പഠിച്ച നോട്ടുകളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്റ്റൈലിൽ വേണമെങ്കിൽ ഒന്ന് എഴുതി വെച്ചോ. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ഈ ഒരു ക്ലാസ് 25 ഹോട്ട് ടോപ്പിക്സ്, കഴിഞ്ഞ ദിവസത്തെ ഒരു 25 ഹോട്ട് ടോപ്പിക്സ്, ഇനി വരാനിരിക്കുന്ന 2 ക്ലാസ്സുകൾ കൂടിയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. ആ 2 ക്ലാസ്സുകളും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ക്ലാസ് ആയിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം അതാണ് എൻ്റെ അടുത്ത ദിവസത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. വളരെ ബുദ്ധിമുട്ടി തന്നെയാണ് നമ്മൾ ഓരോ ഫാക്റ്റുകളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഓരോ ക്ലാസ്സുകൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലും മനസ്സിലാവും അത്രയധികം കണ്ടൻറ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും നന്നായി പഠിക്കുക, അതേപോലെ നന്നായിട്ട് റിവിഷൻ ചെയ്യുക. പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഓർത്തെടുക്കുക എന്നുള്ളതിന് ഒരൊറ്റ വഴി ഇത് റിവിഷൻ മാത്രമാണുള്ളൂ. ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് നമ്മൾ പഠിക്കുമ്പോഴാണെങ്കിലും റിവിഷൻ ഇല്ലാതെ നമുക്ക് ഒരിക്കലും നല്ല റാങ്കിലേക്ക് എത്താനായിട്ട് പറ്റത്തില്ല. അപ്പോൾ പഠിക്കുക എന്നുള്ളത് മാത്രമല്ല, അത് റിവിഷൻ ചെയ്യുന്നതിലൂടെ ഓർത്തിരിക്കുക എന്നുള്ളത് കൂടിയാണ് ഇതിലെ ഏറ്റവും വലിയ ഒരു ഘടകം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതേപോലെ തന്നെ ഈ ക്ലാസ് ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ അസിസ്റ്റന്റ് സെയിൽസ്മാന്, CPO, അതേപോലെ തന്നെ നമ്മുടെ LDCക്ക് നമ്മുടെ ഏറ്റവും പുതിയ ഒരു ബാച്ച് ഇനി സ്റ്റാർട്ട് ചെയ്യുന്നത് LDCക്ക് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ ഇപ്പോൾ നിലവിൽ ഈ ഒരു ബാച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് പുതിയ ബാച്ചൊക്കെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ തൽക്കാലം അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ എക്സാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുവരത്തേക്കും നമ്മുടെ പഠനം ഇങ്ങനെ തന്നെ പോകും. ബാക്കിയുള്ള ടോപ്പിക്സുകളൊക്കെ വരുന്ന ദിവസങ്ങളിൽ 1, 2, 3 വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. എന്തായാലും ഈ ഒരു മാസത്തോടുകൂടി നമ്മൾ ഫുൾ ടോപ്പിക്സും കംപ്ലീറ്റ് ചെയ്ത് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. കൂടാതെ 20 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ന്യൂ പാറ്റേണിൽ. അപ്പോൾ ഇത്രയാണ് എൻ്റെ ആഗ്രഹം. അത് നിങ്ങളുടെ സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിലാണ് നടക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് പുതിയൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം. ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് വേണമെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തോ. അപ്പോൾ ശരി, ഓക്കെ, താങ്ക് യു.